ആഹാ, എന്ത് ശാന്തസുന്ദരമായ കോളേജ്. ഈ 4 കൊല്ലം ഞാൻ ഇവിടെ അടിച്ചു പൊളിക്കും. പിന്നല്ല അല്ല, എന്റെ കൂടെ ഒരു സാധനം വരുന്നെന്ന് പറഞ്ഞില്ലേ, അവൻ ഇതുവരെ കണ്ടില്ലല്ലോ. ഇവനിത് എവിടെ പോയി കിടക്കുക? ഏയ് ഇഞ്ചിനീരേ, ഞാനിവിടെ ഉണ്ട്. ഇഞ്ചിനീര് നിന്റെ കെട്ടിയോള് ആരുടെ അത് പറഞ്ഞത്? ഓ, നീയായിരുന്നു. എവിടെ പോയി കിടക്കുവായിരുന്നടാ? ഓ എന്റെ പൊന്നെ, ഇനി ഞാൻ ലേറ്റ് ആയെന്നും പറഞ്ഞ് തുടങ്ങല്ലേ. എനിക്കിത് മതി. രാവിലെ ഇതേ കൂടുതൽ താങ്ങാനുള്ള ശേഷി എനിക്കില്ല. എവിടെ പോയി കിടക്കുവായിരുന്നടാ? എത്ര നേരമായി ഞാൻ ഇവിടെ കാത്തിക്കാൻ തുടങ്ങിയിട്ടാന്നറിയോ? എന്റെ പൊന്നടി ഒന്നും പറയണ്ട. ഞാൻ ബസ് സ്റ്റോപ്പിൽ ചെന്ന് നോക്കിയപ്പോ എന്റെ അടുത്ത് നിൽക്കുന്ന പെങ്കൊച്ചിനെ കാണാൻ നല്ല ഭംഗി, ഒരു പൂച്ചക്കുട്ടി പോലത്തെ പെങ്കൊച്ച്. ഞാൻ അതിനെ നോക്കിയൊന്ന് ചിരിച്ച്, അതും നോക്കി തന്നെ ചിരിച്ച്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴാ എന്റെ കാരണം പുകയ്ക്ക് ഒരെണ്ണം തന്നത്. ഞാൻ എന്തുവാന്ന് ഞാൻ ചന്തം വിട്ട് നോക്കിയപ്പോ അതെന്റെ അടുത്ത് പറയാ ഞാൻ ഇതിന്റെ പുറകിൽ കയറി പിടിച്ചെന്ന്. പകച്ചു പോയി എന്റെ ബാല്യവും കൗമാരവും എല്ലാം. പിന്നെ അങ്ങോട്ടൊരു വെടിയും പുകയായിരുന്നു. പക്ഷെ എന്തോ ഭാഗ്യത്തിന് അവിടെ വേറൊരു കൊച്ച് കണ്ടുകൊണ്ട് നിന്നതാ, അപ്പുറത്ത് നിന്നവനാ പിടിച്ചെന്നുള്ളത്. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. പിന്നെ എല്ലാരും കൂടെ അവന്റെ തോളിലോട്ടായി. എന്നിട്ടോ ആ അഹങ്കാരി എന്നെ നോക്കി ഒരു സോറി പോലും പറഞ്ഞില്ല. തെറ്റിദ്ധരിച്ചടിച്ചതാന്ന് പറഞ്ഞു. ഇങ്ങനെയുണ്ടോ അഹങ്കാരികള്? കാണാൻ മാത്രമേ ലുക്കുള്ളൂ, ഒരു മര്യാദയില്ലാത്ത സാധനം. അടിപൊളി, എന്തായാലും കൊള്ളാലോ. രാവിലെ തന്നെ ഐശ്വര്യമായിട്ടാണല്ലോ എല്ലാം തുടങ്ങിയിരിക്കുന്നത്. നിനക്കിരുന്ന് കിണിക്കാം, ഞാനല്ലേ ഉള്ള അടിയല്ലേ വാങ്ങിച്ചു കൂട്ടിയത്. മതി മതി. എന്തായാലും ഇനി കാറ് ഐശ്വര്യമായിട്ട് നിന്റെ കോളേജ് റൈറ്റിലോട്ടും എന്റെ കോളേജ് ലെഫ്റ്റിലോട്ടും. നമ്മുടെ ആഗ്രഹം പോലെ, നമ്മുടെ സ്വപ്നം പോലെ നീ ഡോക്ടറും ഞാൻ എഞ്ചിനീയർ ആവാൻ പോവാ. ഈ 4 വർഷം എന്തൊക്കെ നടക്കുമോ എന്തോ. നിന്റെ കാല് പിടിച്ച് പറയാ, ദയവ് ചെയ്ത് അവിടെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊന്നും ഒപ്പിക്കരുത്. സ്കൂളിലെ പോലെ ഞാൻ എടുത്തില്ല ഇത് പരിഹരിക്കാൻ. അതുകൊണ്ട് മാനവും മര്യാദയ്ക്കും പെൺപിള്ളാരെ പോലെ വേണം പോവാൻ. അല്ലാതെ വെറുതെ നീ അവിടെ ചെന്ന് ആരെയും ചൊറിയാൻ നിൽക്കരുത്. ഞാൻ നോക്കാം, ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല. കാര്യമേ, എനിക്കിങ്ങനെ ആരെങ്കിലേക്ക് ഒന്ന് ചൊറിഞ്ഞുകൊണ്ടിരുന്നില്ലെങ്കിൽ നാക്കും കയ്യൊക്കെ തരിക്കും. അതുകൊണ്ട് ഇതുവരെ സ്കൂളിൽ അടിയുണ്ടാക്കിയ പോലല്ല, ഇത് കോളേജാണ് മകളെ. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നതിലും വലുതായിരിക്കും നമ്മൾ ചെയ്യുന്നതിന് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. സോ ബി കെയർഫുൾ. അപ്പൊ ശരി, ബൈ. നമുക്ക് അങ്ങോട്ട് നടക്കാം. എന്തായാലും നീ ആ ഗേറ്റിന്റെ അവിടെ വരില്ലേ? എന്തോ ഭാഗ്യം പോലെ നമുക്ക് ഈ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടിയ. അതുകൊണ്ട് 2 പേരും 2 ക്യാമ്പസിൽ പോകേണ്ടി വന്നില്ലല്ലോ. ഒരു ക്യാമ്പസിൽ തന്നെയല്ലേ. ഒന്നുമില്ലെങ്കിലും നിന്റെ ഒരു കോള് കണ്ടാലെങ്കിലും എനിക്ക് ഓടി വരാൻ പറ്റുമല്ലോ. ഓ, അത് തന്നെ ഭാഗ്യം. എന്തായാലും ഞാൻ ആ മരം വരുണ്ട്. വാ, നമുക്ക് അങ്ങോട്ട് പോവാം. ആൻഡ്രി, ഇന്നല്ലേ നമ്മുടെ ജഗ്ഗുവിന്റെ അനിയത്തി ഇവിടെ ജോയിൻ ചെയ്യുന്നു എന്ന് പറഞ്ഞത്? ജാനകി ഇന്നാ വരുന്നേന്ന് അവൻ പറഞ്ഞത്, ഫസ്റ്റ് ഇയറിലോട്ടെ. എന്നിട്ട് എന്താ അവ ഇത്ര ലേറ്റ് ആകുന്നത്? ഞാൻ ഇന്നലെ അവനെ വിളിച്ചപ്പോഴേ പറഞ്ഞ നേരത്തെ എത്തിക്കോണം, ജൂനിയേഴ്സ് ഒക്കെ വരുന്നതാ, എടുത്തിട്ട് എല്ലാത്തിലൊന്ന് കൊടയാനുള്ളതാ, നേരത്തെ എത്തണേന്ന്. എന്നിട്ട് അവ ഇതുവരെ എത്തിയിട്ടില്ല. അവനെ ഇനി എന്തെങ്കിലും കോളേജിൽ നേരത്തെ വന്ന ചരിത്രമുണ്ടോ? എന്തായാലും നമുക്ക് തുടങ്ങി വെക്കാം. ജഗ്ഗു, ജഗ്ഗു എഴുന്നേക്കാനാ പറഞ്ഞേ. ജഗ്ഗു എഴുന്നേക്ക. രാത്രി മുഴുവൻ ഗെയിമും കളിച്ച് ഇരുന്നാ മതി. കോളേജിൽ പോണ്ട, എവിടെയും പോണ്ട. എഴുന്നേറ്റില്ലെങ്കിൽ ഇന്നിന്റെ മുതുവ് ഞാൻ പള്ളിപ്പുറമാക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. എഴുന്നേക്കണം. എന്താ അമ്മേ, ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ. ഇനിയും നീ എഴുന്നേറ്റില്ലെങ്കിൽ എന്റെ കയ്യിരിക്കുന്ന ചട്ടതായിരിക്കും പിന്നെ നിന്നെ വന്ന് വിളിച്ചുണർത്തുന്നത്. ഓ നോ, പോരാടി കരുപ്പില. ഇനി എഴുന്നേറ്റില്ലെങ്കിൽ മിക്കവാറും എന്റെ പാട്ടൊക്കെ അത് കേടാവും. നോ നോ. ജാനി, നീ ഇതുവരെ എഴുന്നേറ്റില്ലേ? കോളേജിലെ ഫസ്റ്റ് ഡേ ആന്നൊക്കെ പറഞ്ഞ് ഇന്നലെ കിടന്ന് ഉറങ്ങിയിട്ട് ഇതുവരെ എഴുന്നേറ്റില്ലേ? ചേട്ടനെ കണ്ടല്ലേ അനിയത്തി പഠിക്കുന്നത്, പിന്നെ എങ്ങനെ എഴുന്നേക്കുന്നത്? ഓ എന്റെ ഭാഗ്യം, ഞാൻ നേരത്തെ എഴുന്നേറ്റു. ഞാൻ കുളിച്ചിട്ട് മുടി ഉണക്കിയിട്ട് വരാന്ന് പറഞ്ഞിരുന്നതാ. എവിടെ എന്റെ ചായ? ഓ, ഇത് അത്ഭുതമായി പോയല്ലോ. സാധാരണ പാട്ടയ്ക്ക് വെയിലടിച്ചാൽ പോലും എഴുന്നേക്കാത്തോളാ. എന്റെ ഭാഗ്യം, നീ എന്താ ഈ രാവിലെ കിടന്ന് ബഹളം വെക്കുന്നത്? അവളിപ്പോ നേരത്തെ എഴുതിയിട്ടാണോ നിന്റെ കുറ്റം? നിങ്ങൾ മിണ്ടിപ്പോരുത്. നിങ്ങളാ ഇതിനെല്ലാത്തിനും കാരണം. നിങ്ങൾ ഒറ്റ ആളെ കാരണം ഞാനിപ്പോ ഈ അവസ്ഥയിൽ നിൽക്കുന്നത്. അതിന് ഞാൻ എന്തോ ചെയ്തെന്നാ നീ പറയുന്നേ? നിങ്ങളടുത്ത് ഞാൻ എത്ര നാളായിട്ട് പറയുന്ന മനുഷ്യ, എനിക്കൊരു ഓവൻ വാങ്ങിച്ചതെന്ന്. ഇവിടെ ഇരിക്കുന്ന ഓവൻ കേടായിട്ട് 1 കൊല്ലത്തിൽ കൂടുതലായി. ഞാൻ 1 കൊല്ലമായിട്ട് കഷ്ടപ്പെട്ട് കുക്കറിലിട്ടാ എന്റെ കേക്കെല്ലാം ഉണ്ടാക്കുന്നത്. ബേക്കറിക്കാരെന്നെ ഒന്നും പറയാത്തത് എന്റെ മാത്രം ഭാഗ്യം കൊണ്ടാ. അത് മാത്രോ, ഞാൻ എന്തും വേണ്ടി കഷ്ടപ്പെട്ടിട്ട് ഓരോ കേക്കും കറക്റ്റ് സമയത്ത് ഡെലിവറി ചെയ്യുന്നറിയോ? ഇനിയും ഇങ്ങനെ പോവുകയാണെങ്കിൽ അവസാനം എന്റെ ബേക്കറി അടച്ചു പൂട്ടേണ്ടി വരും. എന്റെ ഭാഗ്യം, ഞാൻ നിനക്കുള്ള ഓവൻ ഇന്ന് തന്നെ വാങ്ങിച്ചു തരാം. നീ ഇങ്ങനെ ഫയർ ആവാതെ.
നിങ്ങൾ ഇത് തന്നെയല്ലേ മനുഷ്യ ഒരു കൊല്ലമായിട്ട് എന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ ഒരു മുറപ്പണ്ട ഉണ്ടായിരുന്നല്ലോ നിങ്ങളെ കല്യാണം കഴിക്കണമെന്നും പറഞ്ഞ് നടന്ന സുന്ദരി സുന്ദരേശൻ. ആ, അവൾ എന്നെ ഇന്നലെ വിളിച്ചിട്ട് അവൾ എന്നെ വീഡിയോ കോൾ കാണിച്ചു തരുവാ അവളുടെ വീട്ടിൽ വാങ്ങിച്ച പുതിയ ലേറ്റസ്റ്റ് മോഡൽ ഓവനും എയർ ഫ്രയറും. അവളുടെയൊക്കെ ഭർത്താവ് സുന്ദരേശൻ എന്ത് നല്ല ആളാന്നറിയോ? അങ്ങേര് പറഞ്ഞു എന്റെ ഭാര്യക്ക് എന്ത് വേണമെങ്കിലും ഞാൻ അപ്പൊ എത്തിച്ചു കൊടുക്കുന്നു. അങ്ങേരാ ഗൾഫിലാ. എന്നിട്ട് അവള് പറഞ്ഞു ഒറ്റ ദിവസം ഞാൻ തിരിച്ചു കൊണ്ട് തന്നെന്നാ പറഞ്ഞു. എടാ സുന്ദരേഷ, നീ പണ്ടും എനിക്കൊരു പാരയാ, ഇപ്പോഴും എനിക്കൊരു പാരയാ. അല്ലമ്മ, ഈ സുന്ദരേഷൻ അങ്കിൾ അല്ലായിരുന്നോ അച്ഛന്റെ അമ്മയുടെ നിശ്ചയം കഴിഞ്ഞെന്നറിയാതെ അമ്മയെ വന്ന് പ്രപ്പോസ് ചെയ്ത ആള്? ആ, എന്ത് പറയാനാ, അങ്ങനൊക്കെ സംഭവിച്ചു പോയി. എന്റെ തലയെ വരച്ചിരുന്നത് നിന്റെ ഈ മടിയനായ അച്ഛനെ ആയോണ്ട് ഞാൻ ആദ്യം അങ്ങേരെ കണ്ട് ഇഷ്ടപ്പെട്ടും പോയി. ഭാഗ്യം. ഭാഗ്യമല്ല, നിങ്ങളുടെ ദുർഭാഗ്യം. അത് നീ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. ഞാനത് കൊല്ലങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നിങ്ങൾ എന്തേലും പറഞ്ഞോ? നീയാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞതാ ഞാൻ. ഇന്ന് തന്നെ ഞാൻ നിനക്ക് ഉറപ്പായിട്ടും എയർ ഫ്രയറും അതുപോലെ ഓവനും വാങ്ങിച്ചു തരും. വേറെ വല്ലതും വേണോ? വാഷിംഗ് മെഷീൻ, ഗ്യാസ് സ്റ്റവ്, ഗ്യാസ് സിലിണ്ടർ, ഷെറ്റിൽ എന്തെങ്കിലും എനിക്ക് വേണം. ഒരു 2000 രൂപ. ഇതെവിടുന്ന ഈ അപശബ്ദം? ഹോ, എന്റെ മുതുക്ക് സന്താനമായിരുന്നു വന്ന് കാലം എനിക്കിട്ട് പണിയാനായിട്ട്. നിനക്കെന്തിനാണ് ചേട്ടാ 2000 രൂപ ഇപ്പം? ഓ നോ, കം ഓൺ, ഇറ്റ്സ് ബോയ്സ് തിങ്സ്. നിന്റെ അടുത്ത് അത് പറയേണ്ട ആവശ്യം എനിക്കില്ല. പക്ഷെ എന്നോട് പറയണം, അവളോട് ബോധിപ്പിച്ചില്ലേലും. ദാസേട്ടൻ എന്നെ ഈ ബ്ലഡി തന്ത വൈബൊക്കെ പിടിച്ചത്. ദാസേട്ടൻ എന്റെ കൂൾ ഡാഡി അല്ലേ? അപ്പൊ പിന്നെ നമുക്ക് എന്തിനാ ഈ റീസൺസ് ഒക്കെ? തരൂ എന്റെ $2000. ദാസന്റെ മകൻ ജഗ്ഗു വലിപ്പിക്കാം. പക്ഷെ തന്തമാരെ ഒരു ലിമിറ്റ് കൂടുതൽ വലിപ്പിക്കുന്നതിൽ ഒരു നാണോ മാനോ ഒക്കെ വേണ്ടേ? വലിച്ച് അവസാനം എനിക്കൊന്നും കാണത്തില്ല കയ്യിൽ ബാക്കി. ഓ എന്റെ ദാസേട്ടാ, ഈ വെള്ളിയാഴ്ചയല്ലേ ഞങ്ങളുടെ കോളേജിലെ ഫ്രഷേഴ്സ് ഡേ. അപ്പൊ അതിന് കുറച്ച് ഫണ്ടിന്റെ ഷോർട്ടേജ് ഉണ്ട്. അപ്പൊ അതൊന്ന് റേസ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. നമ്മുടെ ഉത്തരവാദിത്തമാണല്ലോ നമ്മുടെ കോളേജിന്റെ നിലവാരം തോണ്ടുന്നത്, നിലവാരം കൂട്ടുന്നത്. അപ്പം ഞാൻ ഒരു ചെയർമാൻ എന്ന സ്ഥിതിക്ക് അതിനകത്ത് പൈസ ഇട്ടില്ലെങ്കിൽ അത് മോശല്ലേ? നീ നിന്റെ കോളേജിന്റെ നിലവാരം കൂട്ടാൻ വേണ്ടി വളരെയധികം അധ്വാനിക്കുന്നുണ്ടെന്ന് ഞാൻ ഈ കഴിഞ്ഞ കൊല്ലങ്ങൾ കൊണ്ട് മനസ്സിലാക്കിയതാണേ. അതുകൊണ്ട് നീ റേസ് ചെയ്ത് എനിക്കിപ്പോ എന്റെ കയ്യിൽ സ്വന്തം എന്ന് പറയാൻ ഈ വീടും എന്റെ 2 ഷോപ്പും മാത്രമേ ഉള്ളൂ. ഇനി അതും കൂടെ നീ എന്റെ കയ്യിൽ നിന്ന് കളയോ റേസ് ചെയ്ത്? എന്നാലും വെച്ചോ പൈസ. എന്നാ സൂക്ഷിച്ചൊക്കെ ചെലവാക്കണം. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത്. എങ്കിൽ ഞാൻ പോട്ടെ ഭാഗ്യം, പോയിട്ട് വരാം ദാസേട്ടാ. ചേട്ടാ ഒരു 10 മിനിറ്റ് ഞാൻ റെഡി ആയിട്ട് ഇപ്പൊ വരാം. ഒന്ന് വെയിറ്റ് ചെയ്യടാ പ്ലീസ്, കഷ്ടമുണ്ട്. ആ ബസ്സിലൊക്കെ വലിയ തൂങ്ങി വരുമ്പത്തേക്കും എന്റെ ഫുൾ ഒരുക്കം പോവും. പ്ലീസ് ഡാ, ഞാൻ നിന്റെ കൂടെ വന്നോട്ടെ. ശരി, പെട്ടെന്ന് പോയിട്ട് വാ. കറക്റ്റ് 10 മിനിറ്റ്. അതിനൊക്കെ വന്നില്ലെങ്കിൽ ഞാൻ പോവും. ഹേയ് യു കുട്ടി, ഇനി വന്നേ, ചോദിക്കട്ടെ. തന്നെ ഇനി പോര്. ഇതെവിടെ നീ വിളി? ഓ, അവിടെ നിന്നാണോ? എന്നെ തന്നെ. റാങ്കിങ് അല്ലേ? നോക്കാം. ബാസാൻ. എന്താ ചേട്ടാ, എന്നെയാണോ വിളിച്ചത്? നിന്നെ തന്നെ. എന്ത് നിന്റെ പേര്? ഏതാ നിന്റെ ഡിപ്പാർട്ട്മെന്റ്? സംസ്കൃതി, ഫസ്റ്റ് ഇയർ സിവില്. എന്തോന്ന് സംസ്കൃതോ? മോക്കന്റെ ശ്ലോകങ്ങളൊക്കെ അറിയാവോ? ചേച്ചി, എനിക്ക് ഒന്നും വിടാതെ എല്ലാ മലയാള ശ്ലോകങ്ങളും അറിയാം. ഞാൻ ചൊല്ലി കേൾപ്പിക്കണോ? മോളിപ്പോ ശ്ലോകങ്ങളൊന്നും ചെല്ലണ്ട. പകരം ചേട്ടനും ചേച്ചിക്ക് നല്ല അസലായിട്ടൊരു പാട്ട് ഇങ്ങോട്ട് പാടിത്തന്നേ, കേക്കട്ടെ ആ കഴിവ്. ആണോ ചേട്ടാ? ഞാൻ ഇപ്പൊ പാടിത്തരാവേ. നിക്കേ, ഞാൻ സൗണ്ട് ഒക്കെ ഒന്ന് ശരിയാക്കട്ടെ. ഓക്കെ. പാലും പഴവും കൈകളിലേന്തി, പാലും പഴവും കൈകളിലേന്തി, മറിയന്റെ മേടാട്ടും കുട്ടി മണിയന്റെ മേലെ സ്വപ്പം പെട്ടി, മറിയന്റെ മേടാട്ടും കുട്ടി മണിയന്റെ മേലെ
സോപ്പും പെട്ടി മാട്ടുപ്പെട്ടി ജോസിക്കുട്ടിയുടെ മൂത്തക്കുട്ടി സൂസിക്കുട്ടി ആ സൂസിക്കുട്ടിയുടെ ഇളയക്കുട്ടി തൂത്തുക്കുട്ടി മോളിക്കുട്ടിക്ക് കൂട്ടിനുണ്ടൊരു പാത്തുമട ആട്ടുംകുട്ടി ഈ ആട്ടുംകുട്ടിയെ കണ്ണടയ്ക്കുന്ന നാട്ടിലുണ്ടൊരു വീരാൻകുട്ടി ഈ ആട്ടുംകുട്ടിയെ കണ്ണടയ്ക്കുന്ന നാട്ടിലുണ്ടൊരു വീരാൻകുട്ടി ഓ വീരാൻകുട്ടി നമ്മുടെ വീരാൻകുട്ടി വീരാൻകുട്ടി വീരാൻകുട്ടി. എങ്ങനെയുണ്ട് ചേട്ടാ എന്റെ പാട്ട്? നിന്നെ ആദ്യം കണ്ടപ്പോ നീ ഇത്രയും വലിയ കലാകാരിയാന്ന് ഞാൻ ചിന്തിച്ചില്ല. വളരെ നന്നായിട്ടുണ്ട്. ഞാൻ കൃതാർത്ഥനായി. ആണോ ചേട്ടാ? എങ്കിൽ ഞാൻ ഒരു പാട്ടും കൂടെ പാടിത്തരാം. വേണ്ട, അതുകൂടി താങ്ങാനുള്ള ശേഷി എനിക്കില്ല. നീ കൂടുതൽ ജയിച്ചെന്ന് കരുതണ്ട. അയ്യോ ചേച്ചി, ഞാനതൊന്നും ചെയ്തില്ലല്ലോ. പിന്നെ ചേച്ചി എന്തിനാ ഇങ്ങനെ എന്നോട് ദേഷ്യപ്പെടുന്നേ? ചേച്ചി ഒരു പാട്ട് പാടിത്തരാൻ പറഞ്ഞു, ഞാൻ ചേച്ചിക്ക് ഒരു പാട്ട് പാടിത്തന്നു. പിന്നെ ചേച്ചി അയ്യോ അമ്മച്ചി, എന്റെ കവള് പറഞ്ഞു പോയെന്നാ തോന്നുന്നു. ചേച്ചി എന്നെ ഒരു നടക്ക് പോവാൻ സമ്മതിക്കൂല. ചേച്ചി, ഇതിലെന്റെ തെറ്റൊന്നുമില്ല. ചേച്ചിയാ ഇതിനാദ്യം വയലൻസ് ക്രിയേറ്റ് ചെയ്ത്. അപ്പൊ പിന്നെ ഞാനത് വെറുതെ കൊണ്ടുകൊണ്ട് പോയാ ഈ സാം എന്ന് പറഞ്ഞ് നടക്കുന്ന എനിക്കത് കുറച്ചില്ലല്ലേ? ചേച്ചിക്കും കൂടെ വേണ്ടേ അപ്പൊ അതിന്റെ ഒരു പാരദീശികം? ഓടി ചേച്ചി, എന്താന്നറിയത്തില്ല ചേച്ചി, എനിക്ക് പണ്ടേ ഉള്ളൊരു അസുഖം. ആരെങ്കിലും എന്തെങ്കിലും എനിക്ക് ഇങ്ങോട്ട് തന്നാ അത് തിരിച്ച് അതേപോലെ കൊടുത്തില്ലെങ്കിൽ എനിക്ക് അന്നേ ദിവസം ഉറക്കം വരത്തില്ല. അപ്പൊ പോട്ടെ ചേച്ചി. என்னை கட்டி எழுத்தாய் எழுத்தால் போதாதென சின்ன சிரிப்பில் ஒரு கள்ளச்சிரிப்பில் என்னை தள்ளிவிட்டு மூடி மறைத்தாய். ഇവിടെ എന്താ നടക്കുന്നത്? തൃശ്ശൂർ പൂരോ? ഓരോ അമിട്ടായിട്ട് പൊട്ടിക്കൊണ്ടിരിക്കുവാണല്ലോ എന്റെ ഭഗവതി. ഇതെപ്പോഴാണോ പൂരപ്പുറം പാവാൻ പോകുന്നത്? ഈ പെണ്ണെന്തിനാ അവനെ തിരിച്ചടിച്ചത്? താൻ ഈ ഡീ ബോഡിന്നൊക്കെ തന്റെ വീട്ടിൽ ഇരിക്കുന്നവരെ പോയി വിളിച്ചാൽ മതി. എന്റെ അടുത്തോട്ട് ഇങ്ങോട്ട് വരരുത്. താൻ വിചാരിക്കുന്ന ഐറ്റം അല്ല ഞാൻ. അതുകൊണ്ട് പോകുന്നതായിരിക്കും നല്ലത്. നിനക്ക് ഞാനാരാന്ന് അറിയത്തില്ല. ഞാനാരാന്നുള്ളതൊക്കെ ഞാൻ വലിയ വിശദമായി പരിചയപ്പെട്ടോളാം. പിന്നെ ഇപ്പൊ ഇവിടെ എന്തുവാ നടന്നേന്ന് ചോദിക്കാതെ തന്റെ എടുത്തുചാട്ടം പോലുള്ള ഈ മറുപടിക്ക് ഞാൻ നല്ല മറുപണി തിരിച്ചു തരും. അപ്പൊ താൻ കുറച്ച് വിയർക്കും. അപ്പൊ തനിക്ക് മനസ്സിലാവും ഞാൻ ആരാന്നുള്ളത്. അത് നമുക്ക് കണ്ടറിയാം ആരാ വിയർക്കാൻ പോന്നെന്നുള്ളത്. ഈ സീനിയേഴ്സിനൊക്കെ വെച്ചിട്ട് പൊന്നുമോളത്തിലേക്കൂടെ എങ്ങനെ പഠിച്ചിറങ്ങുമെന്ന് എനിക്കൊന്ന് കാണണം. ഹേയ് ജഗു, എന്തിനാ നീ ഇവിടെ പോലുള്ള ലോ ക്ലാസ്സുകളോട് സംസാരിക്കാൻ നിൽക്കുന്നത്? ഇവിടെ പോലുള്ളവരുമാരോട് സംസാരിച്ചാൽ തന്നെ നമ്മള് നാറും. നമുക്ക് പോവാം, ബാ. ഓഹോ, ഇവള് എന്റെ ദൈവമേ, ഇത് വാ പോന്ന പുട്ടുപുതത്തിന് ഒരു പണി കൊടുക്കാൻ എനിക്ക് വേഗം തന്നെ ഒരു അവസരം ഒപ്പിച്ചു തരണേ. അവളുടെ ഒരു എല്ലൊടിക്കാനുണ്ട്. അവൾക്ക് അറിയത്തില്ല ഈ സാം ആരാന്ന്. ഹേയ് ചേച്ചി, ഫസ്റ്റ് ഇയർ സിവിൽ എവിടാന്നറിയോ? എന്ത്? ഞാൻ ചേച്ചി? യു കോൾ മീ ചേച്ചി? അപ്പൊ ചേച്ചി അല്ലേ? അല്ല, ഐ ആം സംസ്കൃതി, ഫസ്റ്റ് ഇയർ സിവിൽ. ഓ സോറി, ഞാൻ കരുതി സീനിയർ ആണെന്ന്. എന്റെ പേര് ജാനകി മേനോൻ. ഫ്രണ്ട്സ്? ഫ്രണ്ട്സ്. അല്ല സംസ്കൃതി, ഞാൻ നിന്റെ ഫേസ് കണ്ടപ്പോ മുതൽ ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുക. നിന്റെ ഫേസ് എന്താ ഒരുമാതിരി ബ്ലഷ് ഇട്ട പോലെ ഇരിക്കുന്നേ? ഹോ, അത് ഓർമ്മിപ്പിക്കല്ലേ എന്റെ പൊന്നെ. ഒരു ചെറിയ റാഗി എനിക്കിട്ട് തള്ളിയതാ, പക്ഷെ ഞാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നീ എന്നെ സംസ്കൃതിയെ നീട്ടി വലിച്ചു വിളിക്കണ്ട, വെറും സാം എന്ന് വിളിച്ചാ മതി. അപ്പൊ പിന്നെ സാം, നമുക്കിത് പ്രിൻസിപ്പലിനോട് കംപ്ലൈന്റ് ചെയ്താലോ? അല്ലെങ്കിൽ വേണ്ട, ഞാൻ എന്റെ ചേട്ടനോട് പറയാം. അതൊന്നും വേണ്ട, എനിക്ക് കിട്ടിയത് ഞാൻ തന്നെ തിരിച്ചു കൊടുത്ത എന്റെ ശീലം. അതുകൊണ്ട് അത് വേണ്ട. അല്ല, നിന്റെ ചേട്ടൻ എന്താ പ്രൊഫസറാ? ഏയ് അല്ല, ഫൈനൽ ഇയർ സ്റ്റുഡന്റാ ഇവിടുത്തെ. പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ പൊസിഷനിലുള്ള ആളാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ്. ഏത് പൊസിഷൻ? എന്ത് മെയിൻ? അത് നിനക്കൊരു സർപ്രൈസ്. അയ്യോ, സംസാരിച്ച് സമയം പോയത് അറിഞ്ഞില്ല. ഇപ്പൊ തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. വാ, നമുക്ക് പോയി പെട്ടെന്ന് ക്ലാസ് കണ്ടുപിടിച്ചിരിക്കാം. എടാ, നീ എന്ത് പണിയാടാ കാണിച്ച? ആ കൊച്ചിനെ നീ എന്തിനാ തല്ലിയേ? പിന്നെ നമ്മുടെ കൂട്ടത്തിൽ ഒരാളെ തല്ലിയവളെ ഞാൻ എന്താ പൂവിട്ട് പൂജിക്കണം? നിന്റെ അടുത്ത് പൂവിട്ട് പൂജിക്കാനൊന്നും പറഞ്ഞില്ല. നീ അവളെ എന്തിനാ തല്ലിയെന്നുള്ള റീസണെങ്കിലും കേട്ടോ.
എന്തായാലും നമ്മുടെ ഫ്രണ്ടാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ചില സമയത്ത് ആൻഡ്രി കാണിക്കുന്ന വളരെ മോശമായിട്ടുള്ള കാര്യം. ആ കൊച്ചു തമാശയ്ക്ക് ഒരു പാട്ട് പാടി, അത് ആ ഒരു സെൻസിലെടുക്കാതെ അവൾ അതിന് തല്ലിയത് നീ എന്തിനാ വന്ന് ചാടിക്കടിക്കാൻ നിന്നത്? ഓ, അപ്പൊ ഇങ്ങനൊരു കാര്യം കൂടി അത് നടന്നിട്ടുണ്ടായിരുന്നില്ലേ? ആ, എന്തായാലും പോട്ട്. എന്തായാലും ഇപ്പൊ കൊടുത്ത് അത് തിരിച്ചെടുക്കാനൊന്നും പറ്റില്ലല്ലോ. പിന്നെ അവൾ എന്നെ തല്ലിയെന്നുള്ളത് ഞാൻ തിരിച്ചു കൊടുത്തിരിക്കും. ഓ, നീക്ക് എന്താന്ന് വെച്ചാ കാണീര്. എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ലെന്ന് പറഞ്ഞാ. ഈയിടെയായിട്ട് ആൻഡ്രിക്ക് ഇച്ചിരി ഓവർ ദേഷ്യം കൂടുതല. എത്ര ജൂനിയർ ഗേൾസ് എന്റെ അടുത്ത് വന്ന് അവളെ കുറിച്ച് പരാതി പറഞ്ഞിട്ടുണ്ടെന്നറിയോ? പിന്നെയും പോട്ട് പാവല്ലേന്ന് വെച്ചാ വിടുന്നത്. ഇതിങ്ങനെ പോവുകയാണെങ്കിൽ ശരിയാവത്തില്ല. അവളെ വാൺ ചെയ്യേണ്ട സമയമായി. ആ, അത് നീ പറഞ്ഞത് ശരിയാ. പിന്നെ നമ്മുടെ ഫ്രഷേഴ്സ് ഡേക്കുള്ള ആ ഫണ്ട് റൈസ് ചെയ്യാൻ പറ്റിയോ? ദാസേട്ടൻ തന്നോ? ഈ ജഗ്ഗുവെ കാര്യം പറഞ്ഞ ചെയ്യാതിരിക്കുവോ? അതൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. ഹലോ സ്വീറ്റീസ്, മൈ നെയിം ഇസ് പി കുമാർ. എടാ പൂത്തിരി വീട്ടിൽ പുഷ്പകുമാറേ, നീ എപ്പോഴാടാ പി കുമാറായത്? ഓ, നശിപ്പിച്ച്. എന്താടാ തെണ്ടി നിനക്ക് വേണ്ടത്? എവിടെ ചെന്നാലും കാണുമല്ല അട്ടയൊട്ടിയ പോലെ എന്റെ കൂടെ. എന്നാ എനിക്ക് വല്ല പ്രയോജനമുണ്ടോ? ബൈ ദ ബൈ ലേഡീസ്, നമുക്ക് ഫ്രണ്ട്സ് ആയാലോ? റിയലി സോറി, ഞങ്ങൾക്ക് ഇപ്പൊ തൽക്കാലത്തേക്ക് കോഴികളുടെ ആവശ്യമില്ല. ഹേ സിസ്റ്റേഴ്സ്, ഡോണ്ട് വെറി. ഞാൻ അങ്ങനത്തെ കോഴിയൊന്നുമല്ല. എന്റെ പേര് ടി ഉണ്ണിക്കുട്ടൻ. ടി ഉണ്ണിക്കുട്ടനോ? എവിടുത്തെ ടി? എന്തിന്റെ ടി? എന്തോന്ന് ടി? തട്ടിന്മേൽ ഉണ്ണിക്കുട്ടൻ, അതേ എന്റെ യഥാർത്ഥ പേര്. അപ്പൊ തട്ടിന്മേലും പൂത്തിരിയൊക്കെ രണ്ടും കൽപ്പിച്ചാണ് ഞങ്ങളുടെ അടുത്തോട്ട് വന്നത്. എന്തായാലും നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞതല്ലേ. ആ, എന്തായാലും നിങ്ങളുടെ അപേക്ഷ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. അപ്പം ഇന്നു മുതൽ നമ്മൾ 4 പേരും ബെസ്റ്റ് ഫ്രണ്ട്സ്. സാം, ഇത് വേണോ? ഇവന്മാര് നമുക്ക് അവസാനം പണിയാവോ? ഏയ്, ഒരിക്കലുമില്ല. ഞങ്ങൾ നിങ്ങൾക്ക് ഒരിക്കലും പണിയായിട്ട് വരത്തില്ല. ഇന്നു മുതൽ ഞങ്ങൾക്ക് നിങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ സഹോദരിമാരാണ്. ജനിക്കാതെ പോയ നിങ്ങളുടെ സഹോദരിമാർ. ബൈ ദ ബൈ, അപ്പം നമുക്ക് ക്യാൻറ്റീനിലോട്ട് പോയാലോ? ഇന്റർവെൽ അല്ലേ? എങ്കിൽ പിന്നെ നിങ്ങൾ എല്ലാവരും ക്യാൻറ്റീനിലോട്ട് വിട്ടോ. എനിക്ക് അത്യാവശ്യമായിട്ട് 2 ബുക്ക് ലൈബ്രറിയിൽ നിന്ന് എടുക്കാറുണ്ട്. ആ, പിന്നെ എനിക്ക് 2 രതീഷിനെ വാങ്ങിച്ചു വെക്കാൻ മറക്കല്ലേ. രതീഷ്? ഞാൻ ഉദ്ദേശിച്ച രതീഷ് അല്ലേ നീ ഉദ്ദേശിച്ചത്? ഓ, അത് തന്നെയുടെ പൊട്ട. ഇങ്ങോട്ട് വാ. എടി സാം, നിനക്കൊന്നും വേണ്ടേ? നീ കുറെ നേരമായിട്ട് ഫോണിനകത്ത് കുത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. എന്തോ അതിനകത്ത് ഇതിനും വേണ്ടി കാണാൻ? എന്താ മോളെ, ലൈനാണോ? ഈ ചായ നിന്റെ മുഖത്ത് വരുന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് അവിടെ വായു അടച്ചിരുന്നു. ഇത് ലൈനിങ് ഗെയിനൊന്നുമല്ല. എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. ഞാൻ ചൈൽഡ്ഹുഡ് മുതൽ എൻ്റെ കൂടെ ഉള്ള ഒരു ബെസ്റ്റ് ഫ്രണ്ട്. അവനിപ്പോൾ അടുത്ത കോളേജിലാണ്. അപ്പത്തെ MBBS ഡിപ്പാർട്ട്മെന്റില്ലേ. അപ്പൊ അവൻ അവിടെ. അപ്പൊ അവരുടെ അടുത്ത് ചോദിച്ചോണ്ടിരുന്ന അവിടെ എങ്ങനെയുണ്ട്, പ്രോബ്ലം വല്ലതും ഉണ്ടോന്ന്. അല്ല സാം, നീ നിന്റെ ഫാമിലിയെ പറ്റി ഇതുവരെ പറഞ്ഞില്ല. നിന്റെ വീട്ടിലാരൊക്കെയുണ്ട്? എടാ, ദേ അങ്ങോട്ട് നോക്കേ. ദോ ആ വരുന്ന ആ നടുക്ക് ബ്ലാക്ക് ഷർട്ട് ഇട്ടേക്കുന്ന ചേട്ടനെ കണ്ടില്ലേ? ആ ചേട്ടനാ ഇവിടുത്തെ ചെയർമാൻ. ആള് ഭയങ്കര പുലിയാന്നാ കേട്ടത്. ഇവിടുത്തെ മിക്ക ഗേൾസ് ആളുടെ ഫാനാന്നാ പറയുന്നത്. പക്ഷെ ആളൊരാളെ പോലെ തിരിഞ്ഞു നോക്കത്തില്ലെന്നാ കേട്ടിട്ടുള്ളത്. പിന്നെ അവരുടെ കൂട്ടത്തിലൊരു പെങ്കൊച്ചുണ്ട്, ആൻഡ്രിയോ അങ്ങനെ കണ്ട പേര്. അവക്ക് അയാൾ ഒരു കണ്ണുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ അയാള് പറയുന്നത് അയാളുടെ ബെസ്റ്റ് ഫ്രണ്ട് മാത്രം അവളെന്നാ. പക്ഷെ അവളങ്ങനെയല്ല പറഞ്ഞു കിടക്കുന്നതെന്നാ ഞാനിവിടെ കേട്ടത്. ഡാ, എങ്കിൽ നമുക്ക് പോയാലോ? എന്റെ ഫ്രണ്ട് വെളിയിൽ നിൽപ്പുണ്ടെന്നാ പറഞ്ഞേ. ഞാൻ നിങ്ങൾക്കും കൂടെ അവനെ പരിചയപ്പെടുത്തി തരാം. പിന്നെ അവക്കുള്ള പാഴ്ചൽ മനസ്സിലായിരുന്നോ? ആടി, എങ്കിൽ പോവാം. ഫ്രഷേഴ്സ് ഡേക്കുള്ള 3rd ഇയേഴ്സിന്റെ ഗ്രൂപ്പ് സോങ് നീ പോയി കൺഫേം ചെയ്തായിരുന്നല്ലോ അല്ലേ? അവന്മാരുടെ പ്രാക്ടീസ് ഒക്കെ നടക്കുന്നുണ്ടോ? ആടാ, അവന്മാരത് ഇന്നലെ തന്നെ വന്ന് കൺഫേം ചെയ്ത്. ഇന്ന് പ്രാക്ടീസ് സെക്ഷൻ രാവിലെ തുടങ്ങിയതേ ഉള്ളൂ. നമ്മൾ ഉച്ചയ്ക്ക് പോയത് നോക്കണേന്ന് പ്രിൻസി പറഞ്ഞായിരുന്നു. എന്തെങ്കിലും കൊളാക്കി വെച്ച് കഴിഞ്ഞാൽ ആ പ്രിൻസിയുടെ വായിരിക്കേണ്ട കേൾക്കുന്ന മൊത്തം നമ്മളായിരിക്കും. അവന്മാര് പ്രാക്ടീസിലാന്നല്ലേ പറഞ്ഞേ? എങ്കിൽ പിന്നെ നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അങ്ങോട്ട് ചെന്ന് നോക്കാം എന്തോ ആയെന്ന്.
പൊന്നടാ, നിനക്കൊക്കെ ഇത്രയും നല്ലോണം പാടാൻ അറിയായിരുന്നു. അടിപൊളി, നീയൊക്കെ തകർക്കുമല്ലോ. ചെയർമാന്റെ അഭിപ്രായം എന്താ? എങ്ങനെയുണ്ട്? നിങ്ങൾ ഇപ്പൊ തകർത്തിട്ടുണ്ട്. ഇനി അന്ന് വല്ല പണി ഒപ്പിക്കാതിരുന്നാ മതി. പിന്നെ എന്തെങ്കിലും ചെറുതോണ്ട് ആരെങ്കിലും വരുവാണെങ്കിൽ ഡയറക്റ്റ് എന്നെ ഇൻഫോം ചെയ്യണം. വേറെ ആരുടെ പറയാൻ നിൽക്കരുത്, കേട്ടല്ലോ. നീ ആ റാമിന്റെ ടീമിനെ കുറിച്ചല്ലേടാ ഉദ്ദേശിച്ചേക്കുന്നത്? അവന്മാരെ ഫ്രഷേഴ്സ് ഡേ തുടങ്ങുന്നതിന് മുമ്പ് വരുമെന്നാ ഞാൻ അറിഞ്ഞത്. അവന്മാരുടെ 2 വീക്കല്ലേ ഉള്ളായിരുന്നുള്ളൂ സസ്പെൻഷൻ. ഇനി അവന്മാര് പഴയ പോലെ തന്നെ ആണ് ഇവിടെ നടക്കാൻ പോകുന്നെങ്കിൽ എന്റെ മുട്ടുകാലം അവന്മാരുടെ അവസ്ഥാനത്തിരിക്കും. എങ്കിൽ ശരി പിള്ളേരെ, നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോ, ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. ഹലോ, ഞാൻ ഒരു 15 മിനിറ്റിനകം അങ്ങോട്ട് വരും. നിങ്ങൾ എന്നെ വിളിച്ചു വരുത്തിട്ട് നിങ്ങൾ ഇതെവിടാ നിൽക്കുന്നത്? നിങ്ങളെ എനിക്ക് എപ്പോഴും ഈ വയ്യാവിലി എല്ലാം ഒപ്പിച്ച് തരുന്നത്. പെട്ടെന്ന് ഇങ്ങോട്ട് വാ, അല്ലെങ്കിൽ ഞാൻ എന്റെ പണി നോക്കി പോകും. പറഞ്ഞില്ലെന്ന് വേണ്ട. എടാ മരുമോനെ, നീ ഇങ്ങനെ ചൂടാകാൻ നീ ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കടാ. ഞാനിവിടെ നിപ്പുണ്ടാ. എന്റെ കൃഷ്ണൻകുട്ടി, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. നിങ്ങൾ ഒറ്റ കാരണം ഞാൻ എത്ര ദിവസമായി പറയും മര്യാദയ്ക്കൊന്നും ഉറങ്ങിയിട്ട്. എന്റെ അമ്മയുടെ വിചാരം ഞാൻ അവിടെ ഇരുന്ന് ഗെയിം കളിക്കുന്നോണ്ടാ ഈ ഉറക്കം കിട്ടാത്തേന്നാ. എനിക്കല്ലേ അറിയോ അതിന്റെ സത്യം. ഇങ്ങനെ അമ്മാവൻ, കൃഷ്ണന്റെ പേരും കംസന്റെ സ്വഭാവവും. എന്തുവാടോ എനിക്ക് നിറവേറാത്ത സ്വപ്നം ഞാൻ നിന്നിലൂടെ നിറവേറ്റാൻ വേണ്ടിയല്ലേ ഈ നോക്കുന്നത്. അതിന് നീ ഈ അമ്മാവനെ ഇങ്ങനെ വിഷമിപ്പിക്കരുത്. മരുമോനെ, നീ ഇങ്ങനെ കണ്ണുരുട്ടി പേടിപ്പിക്കാതെ. ഇന്ന് ഞാൻ 50,000 രൂപയ്ക്കാ ബെറ്റ് വെച്ചിരിക്കുന്നത്, അല്ലാതെ ആപ്പ പൈസക്കൊന്നും അല്ല. എന്തോന്ന് 50,000 രൂപയോ? 10,000 രൂപയെ കൂടെ ഇവിടെ ഒരുത്തനും ബെറ്റ് വെക്കാറില്ലല്ലോ. അത് പിന്നെ ഏതോ വലിയ കമ്പനിക്കാര് ടിവിയിലെങ്ങാണ്ട് വരുന്ന ബോക്സിംഗ് പരിപാടി ഇല്ലേ, ആ പരിപാടിക്ക് വേണ്ടി ആളെ സെലക്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്ന് ഇതേപോലുള്ള കുഞ്ഞു കുഞ്ഞു ക്ലബുകളിൽ പോയി ഓരോരുത്തരെ തെരഞ്ഞെടുക്കാൻ വേണ്ടി ഇപ്പൊ എല്ലായിടത്തും നടത്തിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് അവര് വെച്ച പൈസയാണ് 50,000 രൂപ. അല്ലാതെ ഇവിടുത്തെ വല്ല ആപ്പ് ഉപ്പമാര് 10,000 രൂപയ്ക്ക് വെക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്റെ മരുമോനെ? ഇതെന്തോ പതിവില്ലാതെ ഇവിടെ പെൺപിള്ളാരുടെ ബഹളം. ആ പെൺപിള്ളാരുടെയും ബോക്സിംഗ് ചലഞ്ച് ഉണ്ടെന്നാ പറയുന്നത് കേട്ടത്. അവർക്ക് പെൺപിള്ളാരുടെയും ആൺപിള്ളാരുടെയും പരിപാടി ഒരുമിച്ച് നടത്താൻ വേണ്ടിയാ. നീ ഇതെങ്ങോട്ടാണ് ചെറുക്കാ പോകുന്നത്? അങ്ങോട്ട് പോവാതെടാ, നമ്മുടെ റിങ് അവിടാടാ. അത് പെൺപിള്ളാരുടെ റിങ്ങാടാ. നിങ്ങൾ മിണ്ടാതെ എന്റെ കൂടി ഇങ്ങോട്ട് വന്നേ. ഞാനൊന്ന് പോയി നോക്കട്ടെ. അവിടെ ഏതോ പെണ്ണടിച്ച് തകർക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇത്രയും സൗണ്ട് കേൾക്കത്തില്ല. ആരാതൊന്നും നമുക്ക് നോക്കണമല്ലോ. പിന്നെ പഞ്ചാ പെൺകൊച്ച് ചെയ്തത്. കളി തീർന്നാ തോന്നുന്നത്. അരമണിക്കൂറായോ തുടങ്ങിയിട്ട്. വലിയ കുഴപ്പമില്ലായിരുന്നു. അത്ര വലിയ കളിക്കാരിയൊന്നും പറയാൻ പറ്റത്തില്ല. എന്നാലും മുഖം കണ്ടില്ലല്ലോ. ആ പെണ്ണിന്റെ മുഖം നോക്കിക്കൊണ്ടിരുന്ന നമുക്ക് കിട്ടേണ്ട 50,000 രൂപ വേറെ അല്ലോമാരെ അടിച്ചോട്ടു. അതുകൊണ്ട് നീ ഇങ്ങോട്ട് വരാൻ നോക്ക്. ഇത് അവളല്ലേ ആ ബോക്സിംഗ് റിങ് കണ്ടവള്? ഒന്ന് പോയി പരിചയപ്പെട്ടാലോ. ഹേയ് ഫൈറ്റർ, നിന്നെ അവിടെ. ഇത് ഏതവിടെ? ഇവനോ? ഇവരെന്താ ഇവിടെ? ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്. ബാക്കി അതുകൊണ്ട് കാണത്തില്ല. അറിഞ്ഞൂടാത്ത മറ്റു നിൽക്കാം. ഹലോ, ഐ ആം ജഗന്നാഥ്. തന്റെ ഫൈറ്റിനെ കണ്ടായിരുന്നു. കുഴപ്പമില്ല, പക്ഷെ ഓക്കെ ലെവല. ഇത്ര കൂടെ താൻ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. എന്റെ ഫൈറ്റ് ഓക്കെ ആയിരുന്നു പറയാനാണോ താനിങ്ങോട്ട് വന്നത്? ഹേയ് അതൊന്നുമില്ല. എല്ലാരും ഭയങ്കര ഹൈപ്പോടെ തന്നെ കുറിച്ച് പറയുന്ന കേട്ടു. അപ്പൊ പിന്നെ വെച്ചു എങ്കിൽ പിന്നെ ഒന്ന് കണ്ടേക്കാം. ഒരേ ലെവലിലുള്ള ആൾക്കാരല്ലേ, ഒന്ന് പരിചയപ്പെട്ടേക്കാന്ന് വെച്ച് വന്നതാ. പക്ഷെ ഇപ്പൊ തോന്നുന്നു വേണ്ടായിരുന്നു. എങ്കിൽ പിന്നെ എന്തിനാ അവിടെ നിൽക്കുന്നത്? പോയിക്കൂടെ? ഞാൻ പോവാ. പക്ഷെ പരിചയപ്പെടാൻ ആദ്യമായിട്ട് ഒരാൾ വരുമ്പോ പേര് പോലും പറയാത്തത് മോശമല്ലേ? ഓയ് സാം എന്റെ പേര്. നീ താഴെ കാത്തു നിൽക്കുക. ഇതെന്താ എക്സ്ട്രാ ടിഫിൻ ബോക്സ് ഒക്കെ കയ്യില്? അപ്പൊ
അപ്പത്തെ മെഡിക്കൽ കോളേജിൽ എന്റെ ഒരു ഫ്രണ്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ അവന് വേണ്ടി കൊണ്ടുവന്നതായി ടിഫിൻ. അതെന്താ നീ കൊണ്ടുവന്നേ? അവൻ വീട്ടിൽ വെച്ചോട് കാര്യമില്ലേ? ഇല്ലല്ലോ, അവനും ഇല്ല എനിക്കും ഇല്ല. ഞങ്ങൾ രണ്ടുപേരും ഓർഫൻസാ. സാം, സോറി ഡി, ഞാൻ അറിയാതെ പറഞ്ഞതാ. ഏയ്, നീ അതിന് സോറി പറയേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾക്കില്ലാത്ത വിഷമം എന്തിനാ നിനക്ക്? പിന്നെ ഞങ്ങൾ ഓർഫൻസ് ആണെങ്കിലും ഞങ്ങൾക്ക് ഇതുവരെ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. ഞങ്ങളുടെ മദർ ഞങ്ങളെ അത്രയ്ക്ക് സ്നേഹത്തോടു കൂടിയാണ് വളർത്തിയത്. അല്ല, അപ്പൊ പിന്നെ അവൻ വേറെ അടുത്താണോ താമസിക്കുന്നത്? അതാണോ നീ ഇങ്ങനെ കാത്തു നിൽക്കുന്നത്? ഓർഫനേജിലൊന്നും നമുക്ക് 18 വയസ്സിൽ കൂടുതൽ നിൽക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അവസാനം ഞങ്ങളുടെ മദർ തന്നെ ഞങ്ങൾക്ക് നല്ലൊരു വീട് കണ്ടുപിടിച്ചു തന്നു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും അവിടെ അടിച്ചു പൊളിച്ച് ഒറ്റയ്ക്ക് താമസിക്കാം. പിന്നെ റെന്റിന്റെ കാര്യം ഞങ്ങൾ രണ്ടുപേരും പാർട്ട് ടൈം ജോബിന് പോകുന്നുണ്ട്. അതുകൊണ്ട് അതും വലിയ തട്ടുകെട്ടില്ലാതെ പോവാം. എടി, എന്നാലും ഞാനങ്ങനെ പറഞ്ഞത്. നീ ഒന്ന് പോയേ, അത് വലിയ കാര്യമൊന്നുമല്ല. ഇന്നത്തെ ദിവസത്തെ മൂഡ് കളയാനായിട്ട് മാറി മാറി ചില്ലൗട്ടാവും. ആ ദേ 2 വാലുകളും വരുന്നുണ്ടല്ലോ. ഹലോ ഗേൾസ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? എന്തുവാടാ രാവിലെ തന്നെ വെറുപ്പിക്കാനായിട്ട്? നിനക്കൊന്നും വേറെ പണിയില്ലേ? ഇതൊക്കെ ഒരു രസമല്ലേ? ഇങ്ങനെയൊക്കെയല്ലേ കോളേജ്? അല്ലേ? അല്ല, നിങ്ങളെന്താ ക്ലാസ്സിൽ പോകാൻ നിൽക്കുന്നത്? നമുക്ക് ക്ലാസ്സിൽ പോകണ്ടേ? എങ്കിൽ പിന്നെ നിങ്ങളൊക്കെ പൊക്കോ, ഞാനിത് കൊടുത്തിട്ട് വരാം. അത് വേണ്ട, ഞങ്ങൾക്കും കൂടെ പരിചയപ്പെടണം നിന്റെ ഫ്രണ്ടിനെ. എവിടെ പോയി കിടക്കുമായിരുന്നോ താറാ കുഞ്ഞ്? എത്ര നേരമായിരുന്നല്ലോ നിന്നെ കാത്തോടെ നിൽക്കാൻ തുടങ്ങിയിട്ട്? എന്നോട് ക്ഷമിക്കണ്ട കാന്താരി. ഇന്ന് ഫസ്റ്റ് അവരുടെ ക്ലാസ് ഇത്തിരി കൂടെ ലേറ്റ് ആയിട്ട് അവര് നിർത്തിയത്. അതുകൊണ്ടുള്ള പാടായിരുന്നടി. ഇവനോ? ഇതൊക്കെ നിന്റെ ഫ്രണ്ട്സാ? ബൈ ദ ബൈ, മൈ നെയിം ഇസ്. ഇവളോ? കണ്ണും കണ്ണും നോക്കി കഴിഞ്ഞിരുന്നെങ്കിൽ കാര്യം എന്താന്ന് പറയായിരുന്നു. ഇതാടി ഞാൻ ഇന്നലെ പറഞ്ഞ പൂച്ച. പൂച്ചയോ? ആരാടോ തന്റെ പൂച്ച? കണ്ട ഞാൻ ഇന്നലെ നിന്റെ അടുത്ത് പറഞ്ഞില്ലേ ഇവള് ശരിയല്ലെന്ന്. ഇന്നത്തോടുകൂടി നീ ഇവളുമായിട്ടുള്ള കൂട്ട് നിർത്തിക്കോണം. അത് പറയാൻ നീ ആരാടാ? അതോ, കുട്ടിക്ക് അറിയില്ലല്ലേ? സാം, പറഞ്ഞു കൊടുക്ക ഞാൻ ആരാന്ന് നിനക്ക്. ജാനു, ഇതാ ഞാൻ പറഞ്ഞ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഹർഷ്ദേവ്. ബെസ്റ്റ് ഫ്രണ്ട് എന്ന് മാത്രം പറയാൻ പറ്റത്തില്ല, എന്റെ ബ്രദർ, എന്റെ ഓൾ ഇൻ ഓൾ. എന്റെ ലൈഫിൽ ഏത് ഡിസിഷൻ എടുക്കുന്നുണ്ടെങ്കിലും അതിന്റെ മെയിൻ റീസൺ ഇവനായിരിക്കും. പിന്നെ ആള് ഈ കാണുന്ന പോലെ ഒന്നുമല്ല, വളർന്നു വരുന്നൊരു കുട്ടി ഡോക്ടറാട്ടോ. അപ്പോ നീ നേരത്തെ കാത്തു നിൽക്കുന്നെന്ന് പറഞ്ഞ് ഇവന്റെ കാര്യമായിരുന്നു? ഇവരെയൊക്കെ പറ്റി ഞാൻ ഇന്നലെ പറഞ്ഞത്. ഇവിടുത്തെ എന്റെ സാരഥികള് ഇവരെല്ലാരും: മിസ് ജാനകി മേനോൻ, മിസ്സസ് പുത്തിരി വീട്ടിൽ പുഷ്കുമാർ അഥവാ പി കുമാർ. പിന്നെ ഇത് തട്ടിന്മേൽ ഉണ്ണിക്കുട്ടൻ, അല്ലെങ്കിൽ ടി ഉണ്ണിക്കുട്ടൻ. എന്തുവാടേ ഇത്? അമ്പലത്തിലെ വഴിപാട് പോലെ ഉണ്ടല്ലോ ഇതൊക്കെ കേട്ടിട്ട്. ഒക്കെ കാരണവന്മാർ ചെയ്ത പുണ്യം. നിനക്ക് ക്ലാസ്സിൽ കയറുന്ന സമയമില്ലേ? അതൊക്കെ എപ്പോഴായി? ഞാനിവിടെ അടുത്ത് പൊയ്ക്കോളാൻ പറഞ്ഞ, പക്ഷെ നിന്നെ കണ്ട് പരിചയപ്പെട്ടിട്ടേ പോത്തോളെന്ന് പറഞ്ഞ് ഇവളാ ഞങ്ങൾ എവിടെ പിടിച്ചു നിർത്തിയത്. അതുപോലെ ഞാൻ അറിഞ്ഞു ഇവനവരുന്നേന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും അവിടെ നിൽക്കത്തില്ലായിരുന്നു. എന്താടി നിനക്ക് എന്നെ പരിചയപ്പെട്ട? ഞാൻ അത്രയ്ക്ക് മോശമാണോ? ഞാനല്ല അത് ചെയ്തേന്ന് അവിടെ ഉള്ളവരെല്ലാരും പറഞ്ഞില്ലേ? പിന്നെ നിനക്ക് മാത്രം എന്താടി ഒരു കൊമ്പ്? കണ്ട താറ കുഞ്ഞിന്റെ മോന്തയും കോഴിയുടെ സ്വഭാവം കണ്ടാ തന്നെ അറിയാം ഒരു ഉടായിപ്പാന്ന്. രണ്ടു കൂടെ നിർത്തുന്നുണ്ടോ? കുറച്ച് മനസമാധാനം വേണം മനുഷ്യന്. എന്റെ പൊന്നോ, കണ്ടപ്പോ തുടങ്ങിയത് രണ്ടു കൂടെ കടിച്ചു കയറാനായിട്ട്. ഞാൻ നിർത്തി. ഞാനും ഇന്നലെ നടന്ന കാര്യം വ്യക്തവും സ്പഷ്ടമായിട്ട് ഇവൻ എന്റെ അടുത്ത് പറഞ്ഞതിന്റെ പേരിലും അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം വെച്ചിട്ടും ഞാൻ നിങ്ങൾ രണ്ടുപേരുടെ അടുത്തും കൂടിയായിട്ടൊരു കാര്യം പറയാം. നേരെ ഈ കാര്യം പറഞ്ഞ് വെറുതെ ആവശ്യമില്ലാതെ നല്ലൊരു മൂഡ് സ്പോയിൽ ചെയ്യാൻ നിൽക്കരുത്. അതുകൊണ്ട് രണ്ടുപേരും ഇപ്പൊ തന്നെ കൈ കൊടുത്ത ഫ്രണ്ട്സ് ആയിക്കോ. ഒരു തെറ്റും രണ്ടുപേരുടെ ഭാഗത്തുനിന്നും സംഭവിച്ചിട്ടില്ലെന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും വ്യക്തമായി അറിയാം. പിന്നെ എന്തിനാ ഈ കടിച്ചുകയറിൽ നിന്ന് മാത്രം എനിക്ക് മനസ്സിലാവാത്തത്? അതുകൊണ്ട് ഇപ്പൊ തന്നെ കൈ കൊടുത്ത് ഇവിടെ ഒതുക്കിയ നല്ലത്, അല്ലെങ്കിൽ രണ്ടും എന്റെ കയ്യിൽ നിന്ന് കിട്ടും. ഓ പിന്നെ എന്റെ പട്ടി കൊടുക്കും. ആ പട്ടിയെ ഞാൻ കൊണ്ടുവരണമായിരിക്കുമല്ലേ? എങ്ങനെ മനസ്സിലായി? ഒരമ്മ പ്രസവിച്ചല്ലേലും നിന്റെ പ്ലേറ്റ് കൈയിട്ട് വാരിയാണല്ലോ എനിക്ക് ശീലം. അപ്പൊ പിന്നെ ഇതുമല്ല ഇതിന്റെ അപ്പുറവും മനസ്സിലാവും. ഫ്രണ്ട്സ്. ജാനകി, ജാനു എന്ന് വിളിക്കും. അപ്പൊ ശരി, എല്ലാം സോൾവ് ആയില്ലേ? ഇനി നമുക്ക് അങ്ങോട്ട് പോയാലോ? ജാനു, ഞാൻ ഇന്ന് ലൈബ്രറി പോയിട്ട് വരാം. എനിക്ക് 2 ബുക്ക് റെഫർ ചെയ്യാനുണ്ട്. ഈ പീരീഡ് എന്തായാലും ഇല്ലെന്നല്ലേ പറഞ്ഞു. ആടി, ഞങ്ങൾ എന്തായാലും ഇവിടെ തന്നെ കാണാം. നീ പോയിട്ടോ. എന്താ മോളെ, മോളെയാണോ? ഇങ്ങോട്ട് വന്നേ, ചേട്ടൻ ചോദിക്കട്ടെ.
ഏതാടാ തോവാ പോന്ന ഐറ്റം? നമുക്കിവിടെ കണ്ടുപരിചയമില്ലല്ലോ. ജൂനിയറാന്ന് തോന്നുന്നില്ലേ? അന്ന് വരട്ടിയൊക്കെ വിളിച്ചോളാം. ഏയ് ചെലക്കളേ, ഇങ്ങ വന്നേ. ആ ഇയാള് തന്നെ. പോര് പോര്, വേറെ ആരുമല്ല. ആ പോര്. എന്താ ചേട്ടന്മാരെ? ഏയ് മോള് പേടിക്കൊന്നും വേണ്ട, വേറൊന്നിനുമല്ല. ഒരു കുട്ടി ടാസ്ക്. ആ തല കിടക്കുന്നില്ലേ, ആ നോട്ട്ബുക്ക് ഇങ്ങെടുത്തോട് തന്നെ. എന്തുവാടേ പറയുന്നത്? ഇങ്ങനെയൊക്കെയാണോ ടാസ്ക് കൊടുക്കുന്നത്? ഇതൊക്കെയാണോ ടാസ്ക്? അതൊന്നുമല്ല. മോള് വേറെ ഒന്നും ചെയ്യണ്ട, അതൊക്കെ അവിടെ കിടക്കട്ടെ. മോളിക്ക് വന്ന് കെട്ടിപ്പിടിച്ച് ചേട്ടനൊരു ഉമ്മ തന്നെ, എന്നിട്ട് ഐ ലവ് യു എന്നങ്ങോട്ട് പറഞ്ഞേട്ടെ. പോരിന്റെ അമ്മയുടെ പെങ്ങന്മാരെടുത്ത് ചോദിട്ടാ പട്ടി. ദീ നിന്നെ ഞാൻ ഒരു ചുക്കും ചെയ്യത്തില്ല. പൊന്നു മോനെ റാബേ, നീ സസ്പെൻഷൻ കഴിഞ്ഞ് ഇന്നങ്ങോട്ട് വന്ന് ഇറങ്ങിയതല്ലേ ഉള്ളൂ. അതിനു മുമ്പ് നിനക്ക് അടുത്തത് വാങ്ങിച്ച പോണെന്ന് വല്ല താല്പര്യം ഉണ്ടെങ്കിൽ നേരെ എഴുതി എന്റെ കൈ കൊണ്ട് തന്നാൽ മതി. ജഗ, നീ ഈ കോളേജിൽ ചെയർമാൻ ആയിരിക്കും, പക്ഷെ ഞങ്ങളുടെ പക്കത്ത് കേറിയ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വെറുതെ വിട്ട പോലെ എപ്പോഴും വെറുതെ വിടണമെന്നില്ല. അല്ലെങ്കിൽ തന്നെ ഇവിടെ പറഞ്ഞപ്പോ എത്ര പൊള്ളാനും വേണ്ടി ഇവിളാരാടാ നിന്റെ സെറ്റപ്പ് പോലാണോ? ആണെങ്കിൽ നീ പറ, നമുക്ക് ഷെയർ ഇടടാ. പന്ന പുന്നായ മോനെ, എന്തോ നോയിക്കൊണ്ടിരിക്കോളോ, പോയി അടിക്കടാ അവന്. വേണ്ടെന്ന് പറയുമ്പോ എന്നെ വെടക്കാക്കി പറ്റോളന്നാണെങ്കിൽ ഇന്നിനി കൊണ്ടിട്ട് പോയാ മതിടാ. ഇവളെന്തോന്നു ലേഡി ഹൾക്കോ? എടോ എന്നെ വായി നോക്കിക്കാൾ അങ്ങോട്ട് തിരിഞ്ഞ് അടിയടോ. മക്കളെ ഒരിത്തിരി സ്പേസ് തന്നെ, ആ അടി ഒന്ന് കണ്ടോട്ടെ. അല്ല ആരൊക്കെ തമ്മിലാ അടി? നമ്മുടെ ചെയർമാനും ഒരു ജൂനിയർ പെണ്ണും കൂടെ റാംചേട്ടനെയും ഗാങ്ങിനെയും കൂടെ വാരിട്ടടിക്കുക. എന്റെ കർത്താവേ ജഗ്ഗു, ദൈവമേ ഇനി ആ കൂടുള്ള കുരുപ്പേതാ? ബെസ്റ്റ് ഇവളോ? എന്റെ കർത്താവേ ഇത് എന്തോന്ന്, ബാഹുബലി ദേവസേനയോ? ജഗ്ഗു നിർത്താൻ ഞാൻ പറയുന്നത് നിന്റെ അടുത്ത് നിർത്താൻ മാറങ്ങോട്ട്. ഓ എഴുന്നേറ്റ് പോടാ, നിനക്കൊക്കെ ജീവൻ വേണമെങ്കിൽ. എന്നെ കൊണ്ട് ബുക്ക് എടുത്ത് നല്ലട പാട്ട്. ഹല്ലേലൂയ സ്തോത്രം. എന്തുവാടോ ബീച്ച് നോക്കി നിൽക്കുന്നേ? വഴി കയറി നിൽക്കുക, മാറിക്കടോ അങ്ങോട്ട്. ജഗ്ഗു എന്തുവായിരുന്നാ ഇവിടെ നടന്നുകൊണ്ടിരുന്നത്? അല്ല നിന്റെ മുഖത്ത് ഒരു കള്ളച്ചിരി. എന്തേ എനിക്ക് ചിരിച്ചൂടെ? ഞാൻ എന്റെ ചിരി എന്തോ നിനക്ക് തീരെഴുതി തന്നേക്കുവാണോ? ഒന്ന് പോയടാ. ചിരിച്ചോ. ഇനി അവസാനം ആ പ്രിൻസി എന്താണാവോ ഇനി വിളിച്ച് പറയാൻ പോകുന്നത്. ഒന്നാമത് അടുത്ത ദിവസം ഫ്രഷേഴ്സ് ഡേ, അപ്പോഴാ അവന്റെ. ഇതെന്തുവഴി നീയൊക്കെ വിയർത്ത് കുളിച്ചു പോയേക്കുന്നെ? ലൈബ്രറി പോവാന്ന് പറഞ്ഞിട്ട് നീടിപ്പോ കിളയ്ക്കാൻ പോയാലുണ്ടല്ലോ. അതൊന്നും പറയണ്ട, കൊറേ എണ്ണം റാഗിങ് എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടല്ലോ ഇവിടെ. അതിനടുത്ത് കണ്ട് കുത്തുകൊടുത്തതാ. എടി നീ ശരിക്കും അവരെ ഇടിച്ചോ? ആ ചെറുതായിട്ടോ? ആര് പറഞ്ഞു ചെറുതായിട്ടെന്ന്? എന്റെ ജാനി, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അവന്മാരൊക്കെ ഏറിക്കിടന്ന് പറക്കുമല്ലായിരുന്നു. എന്തായാലും അവന്മാരെല്ലാം പറക്കെടുത്തോണ്ട് എല്ലാണും കൂടെ ആശുപത്രിയിലോട്ട് പോയിട്ടുണ്ട്. മിക്കവാറും നിന്നെ പ്രിൻസ് വിളിച്ച് നല്ല രീതിയിൽ കുർബാന ചെലവായില്ല എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട്. ഒന്ന് പോയേടാ, അതൊന്നും അത്ര വലിയ കാര്യമൊന്നുമില്ല. എനിക്ക് തീരെ സ്കൂളിൽ വെച്ച് കേട്ടോണ്ടിരുന്നത്. ഇപ്പൊ കോളേജിലോട്ട് വന്നപ്പോ കോളേജിലെ പ്രിൻസി അത്രയല്ലേ ഉള്ളൂ. നീ പറയുന്ന പോലല്ല, ഇവിടുത്തെ പ്രിൻസി ഭയങ്കര സ്ട്രിക്റ്റാ. ചിലപ്പോ എന്തായാലും വിളിച്ചിട്ട് എന്തെങ്കിലും ഒരു പണി തരാൻ ചാൻസ് ഉണ്ട്. ഒന്നാമത് നാളെ ഫ്രഷേഴ്സ് ഡേ കൂടാ. അല്ലെങ്കിൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. എന്റെ ചേട്ടൻ ഇവിടുത്തെ ചെയർമാനാ, ചേട്ടന്റെ അടുത്ത് പറയാം നിനക്ക് വേണ്ടി ഒന്ന് സംസാരിക്കാൻ. അപ്പൊ പിന്നെ വലിയ രീതിയിലുള്ള പ്രശ്നമൊന്നും നടക്കത്തില്ല. ജസ്റ്റ് കുറച്ച് വഴക്ക് കേൾക്കുമായിരിക്കും. അതിനെ ഒന്നും പറയാതെ കേട്ടോണ്ട് എന്നാ മതിയടി. ഏയ് അതൊന്നും വേണ്ട, അതൊന്നും ശരിയാവത്തില്ല. ഞാൻ തന്നെ മാനേജ് ചെയ്തോളാം. വേറെ ആരെയും അതിനകത്തോട് വിളിച്ചു കഴിക്കണ്ട. സംസ്കൃതി എന്ന് പറയുന്ന കുട്ടിയെ പ്രിൻസിപ്പൽ വിളിക്കുന്നുണ്ട് കേട്ടോ. ഓ പെട്ട് നീ എന്നാ ചെയ്യാനാ പോന്നേ? ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നേരെ ചെല്ലുക, അവിടെ നിന്ന് എന്തെങ്കിലും പാട്ടുകുർബാന ഉണ്ടെങ്കിൽ അത് ആസ്വദിക്കുക. അതിനുശേഷം എന്തെങ്കിലും സമ്മാനം ഉണ്ടെങ്കിൽ അതും കൈനീട്ടി വാങ്ങിക്കുക. അതിനുശേഷം തിരിച്ചു വരിക. ഇത്രേ ഉള്ളൂ. എന്നാലും ഇനി ലേറ്റ് ആക്കണ്ട. ഇനി അതിന്റെ കൂടെ ചേർത്തായിരിക്കും പിന്നെ അവസാനം പറയാൻ പോകുന്നത്. അതുകൊണ്ട് നീ വരാൻ നോക്ക്, ഞങ്ങളും വരാൻ കൂടെ.
വാട്ട് ഇസ് ദിസ് ചെയർമാൻ? നാളെ ഫ്രഷേഴ്സ് ഡേക്ക് വേണ്ടിയുള്ള അനുവാദം തനിക്ക് ഞാൻ തന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇവിടെ ചന്തയാക്കാനുള്ള അനുവാദം ഒന്നും ആർക്കും തന്നിട്ടില്ല. ദിസ് ഇസ് എ റെപ്യൂട്ടഡ് കോളേജ്. എടി നിനക്ക് മുമ്പ് ആരാടി അവിടെ പാട്ട് കുർബാന കേൾക്കുന്നത്? അതിന്റെ ചേട്ടനായിരിക്കും. ഇവളുടെ കൂടെ ഫൈറ്റിന് ഒരാളും കൂടെ ഉണ്ടായിരുന്നു, നമ്മുടെ ഒരു സീനിയർ. എന്റെ പൊന്നോ, ആ ചേട്ടന്റെ മുഖം ഞാൻ കണ്ടില്ല, പക്ഷെ അങ്ങേ റേറ്റി ആ എല്ലോടിയുന്ന സൗണ്ട് എനിക്ക് ഇപ്പോഴും കേൾക്കാം അങ്ങേര് അടിച്ചവന്മാരുടെ. എന്തായാലും നീ ചെല്ലും, ഒരാൾ കൂടെ ഉള്ളതുകൊണ്ട് കുറച്ചേ കിട്ടത്തോളം വെച്ച് സമാധാനിക്കും. മേ കമ്മിങ് സോ? യെസ്, കം ഇൻ. ഓ, അപ്പൊ താനാണല്ലേ ഇവിടുത്തെ ലേഡി റൗഡി? ഇതുവരെ കോളേജിന്റെ ചരിത്രത്തിൽ നടക്കാത്ത കാര്യം താൻ വന്നതിന് ശേഷം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കയറിയിട്ട് 2 ദിവസമല്ലേ ആയുള്ളൂ. അതിനു മുമ്പ് ഇങ്ങനെ അടിപിടി കേസ് ഉണ്ടാക്കാനാണെങ്കിൽ തന്നെ പോലൊരു സ്റ്റുഡന്റിനെ ഇവിടെ വെച്ചേക്കണമെന്ന് ഞാൻ ഒന്നുകൂടെ ആലോചിക്കേണ്ടിയിരിക്കുന്നു. സാർ കാര്യം അറിയാതെ ആ കുട്ടിയെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങേറെ വായിൽ നാക്കൊക്കെ ഉണ്ടല്ലേ? താനെന്താ ഉദ്ദേശിച്ചത്? ഞാൻ എന്തറിഞ്ഞിട്ടില്ലെന്നാ താൻ ഉദ്ദേശിക്കുന്നത്? കമോൺ, എക്സ്പ്ലെയിൻ. സാറിനറിയാലോ നമ്മുടെ ഈ കോളേജിലെ റാഗിംഗ് ഇല്ലത്. എന്നിട്ടും ആ റാമും കൂട്ടരും കൂടെ എല്ലാ തവണത്തെയും പോലെ ഈ കുട്ടിയോട് മോശമായി പെരുമാറുന്ന കണ്ടോണ്ടാ ഞാൻ തിരിച്ച് റിയാക്ട് ചെയ്തത്. എന്റെ വീട്ടിലും ഉണ്ട് സാറേ അമ്മയും പെങ്ങന്മാരും ഒക്കെ. പിന്നെ കൃതി ഇന്ന് റിയാക്ട് ചെയ്തത് അവളുടെ ദേഹത്തെ തൊട്ടോണ്ട സാർ അവന്മാരെ തിരിച്ചടിച്ചത്. ഇതേപോലെ എല്ലാ പെൺകുട്ടികൾക്കും ധൈര്യം കിട്ടണമെന്നുമില്ല. ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മളൊക്കെ തന്നെ അങ്ങനത്തെ ഒരു ധൈര്യം കിട്ടാതിരിക്കാനുള്ള റീസൺസും. ഇന്ന് തന്നെ സാറിപ്പോ അവളെ ലേഡി റൗഡി എന്നല്ലേ അഭിസംബോധന ചെയ്ത് അവളെ തിരിച്ചടിച്ചതിന് അവൾ എന്താ സാർ ചെയ്ത തെറ്റ്? അവളുടെ ശരീരത്തിൽ തൊട്ടവനെ തിരിച്ചടിച്ചതോ? ഞാൻ വിചാരിച്ച പോലെ അല്ല ജഗത്, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. അങ്ങനെ പറഞ്ഞതിന് ഞാൻ തെറ്റൊന്നും പറയുന്നില്ല സാർ. പക്ഷെ ഈ സമൂഹത്തിലുള്ളവര് ഇങ്ങനെ ഓരോ പെൺകുട്ടികളും തിരിച്ച് അവർക്ക് വേണ്ടി റിയാക്ട് ചെയ്യുമ്പോൾ നമ്മൾ അവളെ കുറ്റപ്പെടുത്തുന്നതുകൊണ്ട് മാത്രമാണ് അവൾക്ക് പിന്നെ ഒരു അവസരം വരുമ്പോൾ അവൾ റിയാക്ട് ചെയ്യാതാവുന്നത്. അത് കണ്ട അതിന് ചുറ്റുമുള്ള പെൺകുട്ടികളും റിയാക്ട് ചെയ്യാതെ ഓരോന്നിലും ഒതുങ്ങിക്കൂടി പോകുന്നത്. പിന്നെ ഞാനിന്ന് ചെയ്തത് സാർ, ഒരു അമ്മയും പെങ്ങളുമുള്ള ഏതൊരാളും ചെയ്യുന്ന കാര്യമേ ഞാനും ചെയ്തിട്ടുള്ളൂ. പിന്നെ കൃത്യയുടെ സ്ഥാനത്ത് വേറെ ഏതൊരു പെൺകുട്ടിയായിരുന്നെങ്കിലും ഞാൻ ഇതേപോലെ റിയാക്ട് ചെയ്യത്തോളായിരുന്നുള്ളൂ. എന്നാലും ഞാൻ സാറിനോട് സോറി ചോദിക്കുക, കോളേജിന്റെ അകത്ത് നടന്നൊരു പ്രശ്നമായിട്ട് മാത്രം. മനസ്സിലായി. എനിവേ, ഇനി അവന്മാരെന്തെങ്കിലും കംപ്ലൈന്റ് ആയിട്ട് വരുവാണെങ്കിൽ അതിനെ എങ്ങനെ നേരിടണമെന്ന് എനിക്ക് നല്ലോണം അറിയാം. പിന്നെ സംസ്കൃതി, വന്നു കയറിയിട്ട് 2 ദിവസമേ ആയുള്ളൂ. പിന്നെ താലി ചെയ്തത് വലിയ തെറ്റൊന്നുമല്ല. സ്വന്തം ശരീരത്തിൽ കൈവച്ച അതിന് തിരിച്ച് റിയാക്ട് ചെയ്യാൻ വേണം. എന്നാലും കുറച്ചൊക്കെ ചിന്തിച്ചിട്ട് വേണം. എടുത്തു ചാടുന്നതും ശരിയല്ല. സോറി സർ ആൻഡ് താങ്ക് യു സർ. ഇനി ഞാൻ ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കാം. ശരി, എങ്കിൽ പിന്നെ രണ്ടാളും പോയിക്കോ. ഹേ റൗഡി ബേബി, അവിടെ നിന്ന് എന്തുവടി കണ്ണുരുട്ടി പേടിപ്പിക്കുന്നത്? പൊന്നിമോൾ എന്തോടെ വെച്ച് പറയുന്ന കേട്ടല്ലോ. എന്റെ വായിൽ നാക്കില്ലെന്നും കണ്ടോ? ആവശ്യത്തിനുള്ള കാര്യത്തിന് സംസാരിക്കാൻ എന്റെ വായിൽ നാക്കുണ്ടെന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലായില്ലേ? ഇയാൾക്ക് ഇതങ്ങനെ മനസ്സിലായി? അറിഞ്ഞതായിട്ട് ബാധിക്കണ്ട. ഓ പിന്നെ താൻ പറഞ്ഞ അത്ര വലിയ കാര്യമൊന്നുമല്ല. ഡാ ഏട്ടൻ തണ്ടി, നീ എന്താടാ ഇവിടെ? നീയാണ് അപ്പയുടെ കൂടെ അടി ഉണ്ടാക്കിയേ? എടീ മരഭൂതമേ, ഞാൻ നിന്റെ ഏട്ടനാടി. അതിന്റെ ബഹുമാനമെങ്കിലും കാണിരടി. പോരാത്തതിന് ഞാൻ അവിടുത്തെ ചെയർമാനും. ആരെങ്കിലും കേട്ടാലുണ്ടല്ലോ. ഓ, എനിക്ക് ഇത്രയൊക്കെ റെസ്പെക്ട് ചെയ്യാനേ പറ്റൂ. ഇല്ലാത്ത റെസ്പെക്ട് വരുത്താനൊന്നും പറ്റത്തില്ലല്ലോ. പിന്നെ ആ മോന്തായം കണ്ടാലും തോന്നണ്ടേ? അപ്പൊ ചേട്ടനായിരുന്നില്ലേ ഇവളുടെ കൂടെ അവിടെ കിടന്ന് ഫൈറ്റ് ചെയ്ത് തകർത്തത്? ഞാൻ കേട്ടായിരുന്നു. ഞാൻ ബിഗ് ഫാൻ ഓഫ് യു ചേട്ടാ. ഈ ചെറുക്കനെന്താ ഇങ്ങനൊക്കെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു? ഇതാടെ ഏട്ടൻ തണ്ടി, ഞാൻ ഇന്നലെ പറഞ്ഞ എന്റെ ഫ്രണ്ട്സ്. ഇത് സാം, ഇത് പി, ഇനിയൊരു ടീറ്റിയും കൂടെ ഉണ്ട്. പിന്നെ സാമിന്റെ ഫുൾ നെയിം സംസ്കൃതി എന്നാണ് കേട്ടോ. ഇവന്മാരുടെ പിന്നെ പറയണ്ടല്ലോ, ഞാൻ ഇന്നലെ പറഞ്ഞപ്പോഴേ ചേട്ടൻ പഠിച്ചതല്ലേ. എന്തായി ആ പ്രിൻസിയുടെ വെടിക്കെട്ട്? വല്ല സസ്പെൻഷനും കയ്യിലടിച്ച് തന്നോ ചേട്ടച്ചാരെ? ഏയ്, ഏതെങ്കിലും തന്തയില്ലാത്തവന്മാര് എന്തെങ്കിലും ചെയ്തെന്ന് പറഞ്ഞ് അതിന് നമുക്ക് സസ്പെൻഷൻ അടിച്ചു തരേണ്ട കാര്യമില്ലല്ലോ. അത്രയ്ക്ക് ചെറ്റിയല്ലേ നമ്മുടെ പ്രിൻസി. കാര്യം പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരാളാ. പിന്നെ നിന്റെ ഈ ഫ്രണ്ടിന് ഇച്ചിരി എടുത്തിയാട്ടം കൂടുതലാ. എന്നും എപ്പോഴും രക്ഷിക്കാൻ ഞാനവിടെ ഉണ്ടാവണമെന്നില്ല. എന്നെ രക്ഷിക്കാൻ എനിക്കറിയാം, അതിനാദ്യ സഹായം എനിക്ക് വേണ്ട. പിന്നെ എന്നെ രക്ഷിക്കാൻ എപ്പോഴും വരാൻ ഇയാൾ ആരേണ്ട മാപ്പിളയോ? മൈ ഡിയർ മോളെ, ഇന്ന് നീ അടിയുണ്ടാക്കിയവന്മാരുണ്ടല്ലോ, അവന്മാര് നീ പ്രതീക്ഷിക്കുന്നതിലപ്പുല. ചിലപ്പോ നിനക്ക് താങ്ങാൻ പറ്റിയെന്ന് വരത്തില്ല. പോടാ ഇഡിയറ്റ്. ഡി സാം, കാര്യം എന്റെ ചേട്ടന്റെ പൊട്ടനാണേലും ഇവന്മാരെ കുറിച്ച് പറഞ്ഞ കാര്യം പക്ക ഷുവറാണ്. കാര്യം എത്ര പ്രാവശ്യം ഇവന്മാരെ കാരണം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നറിയാം. എന്തിനും ഒരു കുട്ടി ഇവിടെ നിന്ന് ഇറങ്ങി സൂയിസൈഡ് വരെ ചെയ്തിട്ടുണ്ട്. അതിനവന്മാർ ഇത്രയും നാള് കണ്ട പെൺപിള്ളേരുടെ കൂട്ടത്തിൽ എന്നെ കൂട്ടാൻ നിന്ന അത് അവന്മാരുടെ തടിക്ക് തന്നെ കേട്. ഞാൻ എനിക്ക് പറയാനുള്ള പറഞ്ഞു, പിന്നെ വരാനുള്ള വഴി തങ്ങത്തില്ലെന്നല്ലേ. അതെന്തായാലും കൃത്യസമയത്ത് എത്തേണ്ടടുത്ത് എത്തിക്കോളും. ആ വന്ന വഴിയെ തന്നെ അതിനെ തിരിച്ചു വിടാനും എനിക്കറിയാം.
ഞാനീ നാളെ ഫ്രഷേഴ്സ് ഡേ എന്നറിയാലോ, വല്ല പ്രോഗ്രാംസ് നിനക്കുണ്ടെങ്കിൽ നേരത്തെ കൂട്ടി വൈശാഖിന്റെ അടുത്ത് എന്ന് പറഞ്ഞിരുന്നാൽ മതി, അവൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്തോളൂ. അതൊക്കെ ഞാൻ വൈശേട്ടന്റെ അടുത്ത് ഏൽപ്പിച്ചോളാം. അപ്പൊ ശരി, ഞാനെന്നാ അങ്ങോട്ട് പോവാ, കുറച്ച് തിരക്കുണ്ട്. പോട്ടെടി റൗഡി ബേബി. ഇഡിയറ്റ്. ഞാനി, ഇതാണ് നീ പറഞ്ഞ നിന്റെ മഹാനായിട്ടുള്ള ഏട്ടൻ? ഏട്ടനല്ലേ, വേട്ടനാ വേട്ടൻ, വേട്ടവള്ളി, ഇഡിയറ്റ്. നീ പറഞ്ഞതിലും കാര്യമുള്ളതുകൊണ്ട് ഞാനധികം തിരുത്താൻ നിൽക്കുന്നില്ല. എന്താടി നിന്റെ ചേട്ടൻ അത്രയ്ക്ക് മോശമാണോ? എനിക്ക് ആ ചേട്ടനെ കണ്ടിട്ട് എന്ത് ഇഷ്ടമായിരുന്നറിയോ? ഹോ, ഞാനും ഒരു പെണ്ണായിരുന്നെങ്കിൽ ആശാനെ പ്രേമിച്ച് വളച്ച് കെട്ടിയായിരുന്നു. പ്രേമിക്കാനും പറ്റിയ ഒരു ചണക്ക് പേടാ അങ്ങോട്ട്. നീ പറയുന്ന കണക്കൊന്നുമല്ല. ഫസ്റ്റ് ഡേ ഞാൻ ഇവിടെ വന്നിടത്ത് നട്ടം തിരിഞ്ഞത് അവൻ ഒറ്റെടുത്തന്നെ കാരണം. അവന്റെ കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഞാൻ പകുതി വഴിയിൽ അവൻ എന്നെ കൊണ്ട് ബസ് സ്റ്റോപ്പിൽ ഇറക്കി വിട്ടേക്കുന്നു, തന്നെ വന്നാ മതി എന്ന് പറഞ്ഞു. അതും തടി അവൻ അങ്ങനെ നിന്നെ കൊണ്ടിറക്കി വിട്ടത്. പിന്നെ ചെറുതായിട്ട് എനിക്കൊരു ദുരുദ്ദേശം ഉണ്ടായിരുന്നു. ഇവിടുത്തെ റാഗിങ്ങിൽ നിന്നൊക്കെ എസ്കേപ്പ് ആവാൻ വേണ്ടി ചെയർമാന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ നടക്കുമല്ലോ. അപ്പൊ പിന്നെ വെറുതെ എന്തിനാ റിസ്ക് എടുക്കുന്നതെന്ന് വെച്ച് വരാൻ നോക്കിയതാ. പക്ഷെ അവൻ അത് ഇവിടെ എത്തുന്നതിന് മുമ്പേ തോക്കി. അതുകൊണ്ടാണ് ഞാൻ നിന്റെ കൂട്ടുകാരനെ ആരെ ഉൾപ്പെടെ ആ ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ടതും അത്രയും പ്രശ്നോടെ സൃഷ്ടിച്ചതും. നോക്കട്ടെ എവിടം വരെ പോകുന്നറിയാലോ. എന്തോ അവരോടൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. നേരത്തെ അറിയാവോ നിങ്ങൾക്ക് രണ്ടുപേർക്കും? ഇന്നലെ നീ എന്നെ ഫസ്റ്റ് ടൈം കണ്ടപ്പോ എന്റെ മുഖം നല്ല ബ്ലഷ് ഇട്ട കണക്ക് ചുവന്നിരിക്കുമല്ലായിരുന്നു? അതിന്റെ സ്പോൺസറാ നിന്റെ ഏട്ടൻ. അപ്പൊ ഏട്ടന്റെ മോന്തയ്ക്ക് ഇന്നലെ തിരിച്ച് ബ്ലഷ് ഇട്ട് കൊടുത്തത് നീയല്ലേ? ഇന്നലെ ചെന്ന് കയറിയ ഉടനെ അമ്മ പിടിച്ചിരുത്തി ഐസ് വെച്ച് കൊടുക്കുന്ന ഞാൻ കണ്ടായിരുന്നു. എന്തോ പറ്റിയെന്ന് ചോദിച്ച് അപ്പ പറഞ്ഞത് ഒരു മതിൽ ചെന്നിടിച്ചെന്ന. ഇപ്പോഴല്ലേ മനസ്സിലായ ആ മതിലിന്റെ പേരെന്തുവാന്ന്. I welcome you all to our chilling Freshers Day celebration. അപ്പൊ ഫ്രഷേഴ്സ്, നമുക്ക് തുടങ്ങിയാലോ? ആദ്യം തന്നെ നമുക്കൊരു ടാസ്കിലൂടെ തുടങ്ങാം. അങ്ങനെയാണെങ്കിൽ ഈ ബൗളിനകത്ത് ഫസ്റ്റിലോട്ട് ഞാൻ എടുക്കാം. എന്റെ കൈക്ക് ഭയങ്കര ഭാഗ്യാന്നാ പറയുന്നേ. ആരാണാവോ ആ ഭാഗ്യവാനും ഭാഗ്യവതി? അങ്ങനെ നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്നത് ഒരു ഭാഗ്യവതിയെയാണ്. മിസ് ജാനകി മേനോൻ, പ്ലീസ് കം ഓൺ ദി സ്റ്റേജ്. എത്രയോ നല്ല കേട്ടപരിചയമുള്ള പേര്, ജാനകി മേനോൻ. അയ്യോ, അത് ഞാനില്ലേ? എന്തോ ഈ കുന്തം മെഴുകിയാണക്കിരിക്കുന്നതോ, എഴുന്നേറ്റ് പോ. ചെല്ലെന്റെ ജാനി, ആൻഡ് ഓൾ ദി ബെസ്റ്റ്. Janaki, please come on the stage. Everyone, please give a big claps to her. Janaki, please introduce you. I am Janaki Menon, first year civil department. വീട്ടിൽ അച്ഛൻ, അമ്മ, പിന്നെ ഒരു ചേട്ടൻ. അപ്പൊ ജാനകി ലോട്ട് എടുത്തോളൂ. ജാനിയാണല്ലോ സ്റ്റേജില്, അവിടെ നിന്ന് പണി വാങ്ങിച്ചു കൂട്ടുവോ? ഏയ്, ഇങ്ങനൊരു ചെറിയ കാര്യത്തിനൊന്നും മുട്ടിടിക്കുന്നവളല്ല എന്റെ അനിയത്തി, അത് നിനക്കറിയാലോ. ഫോണിന്റെ വാൾപേപ്പർ പബ്ലിക് ആയിട്ട് കാണിക്കാൻ. അപ്പൊ പിന്നെ ഇങ്ങനെ ജാനകി കാണിക്കണ്ടേ? ഓ നോ ജാനകി, അപ്പൊ നീയായിരുന്നു ചെയർമാന്റെ സിസ്റ്റർ. ഓ മൈ ഗോഡ്, ഇറ്റ്സ് എ സർപ്രൈസ്. അപ്പൊ പിന്നെ എന്തായാലും ഈ ഒരു പണിയിൽ നിർത്താൻ പറ്റത്തില്ല. ഒരു പണിയും കൂടെ എന്തായാലും ചെയ്തേ പറ്റും. ഓ ചെയർമാൻ, പ്ലീസ് കം ഓൺ ദി സ്റ്റേജ്. അനിയത്തിയുടെ ഒരു പാട്ടാവാം. അപ്പോഴേ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ നിനക്ക് എന്തായാലും ഒരു പണി കിട്ടുമെന്ന്. ചെല്ലു മകനെ, ചെന്ന് സ്വീകരിക്കുക പണി. പോടാ തെണ്ടി. ഭയങ്കര കോൺഫിഡൻസിലൊക്കെ ആണല്ലോ പോകുന്നത്. എഡിറ്റിന് പാടാൻ അറിയാവോ? ഒന്ന് പോയടി, അങ്ങേർക്ക് അറിഞ്ഞൂടാത്ത കഴിവ് എന്തോ നമ്മള് തപ്പി കണ്ടുപിടിക്കേണ്ടത്. അങ്ങേരാ ഈ കോളേജിലെ മ്യൂസിക് ക്ലബിന്റെ ലീഡർ. ചന്ദനക്കിണ്ണം പൊന്നമടക്കായലിൽ വീണേ, കുഞ്ഞിളം കയ്യിൽ മെല്ലെ കൊരിയെടുക്കാൻ വാ. മുണ്ടകൻ കൊയ്ത്ത് കഴിഞ്ഞ് ആറ്റക്കിളിക്കൂവും നേരം, മഞ്ഞണി തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ. കാലി മെയ്യുന്ന പുല്ലാണിക്കാട്ടിൽ കണ്ണി മാങ്ങ കടിച്ചു നടക്കാം, കാറ്റിൻ പാദസരങ്ങൾ കിലുക്കാം, കൊന്നി മഞ്ചാടിക്കുന്നിലേറാം. വെണ്ണില ചന്ദനക്കിണ്ണം പൊന്നമടക്കായലിൽ വീണേ, കുഞ്ഞിളം കയ്യിൽ മെല്ലെ കൊരിയെടുക്കാൻ വാ. മുണ്ടകൻ കൊയ്ത്ത് കഴിഞ്ഞ് ആറ്റക്കിളിക്കൂവും നേരം, മഞ്ഞണി തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ.
വർണ്ണമയിലാം മുഖിലോടുന്ന മേട്ടിലൊളിക്കാം സ്വർണ്ണമീനായി നീന്തി തുടിക്കാം വഞ്ചിപ്പാട്ടിന്റെ വെള്ളിലേറാം. ഇടിയിട്ട് ഞാൻ വിചാരിച്ച പോലൊന്നും അല്ല. കൊള്ളാം, ലൈഫ് ടൈം ഫ്രീ ആയിട്ടൊരു പ്ലേലിസ്റ്റ് കിട്ടുന്നത് മോശമൊന്നുമല്ലല്ലോ. അയ്യേ, ഞാൻ എന്തൊക്കെയാ ചിന്തിക്കുന്നത്? ഓ ക്രിഞ്ച്. ഓ നിർത്ത് സാം, നിന്റെ മൈൻഡ് ഡൈവേർട്ട് ആകുന്നു. നോനോ, ഇങ്ങനെ ഡൈവേർട്ട് ആവരുത്. എടി സാം, എങ്ങനെയുണ്ടായിരുന്നു പാടിയത്? കൊള്ളായിരുന്നോ? പിന്നെ പൊളിച്ചില്ലേ, നീ തകർത്ത് വാരി. പിന്നെ നിന്റെ ചേട്ടൻ അത്രയ്ക്ക് പോരായിരുന്നു, ഇച്ചിരി കൂടെ ഒന്ന് പെർഫെക്റ്റ് ആവാറുണ്ട്. നീ വന്ന് പെർഫെക്റ്റ് ആക്കി തരുമായിരിക്കും അല്ലേ? ഓ, ഇങ്ങനെ നിന്റെ പുറകിലുണ്ടായിരുന്നു, ഒന്ന് പറഞ്ഞുകൂടായിരുന്നു? ഇതുവാടി പുറകുറുക്കുന്നേ. ഓ, നിങ്ങൾ രണ്ടുപേരും നിർത്തുന്നുണ്ടോ? ഇപ്പൊ അടുത്ത പ്രോഗ്രാംസ് തുടങ്ങും. എന്റെ ഡാൻസിന്റെ മേക്കപ്പിനെ ഇതുവരെ ഇട്ടിട്ടുമില്ല. നീ എന്റെ കൂടെ വന്നേ സാം. നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേടാ, പോയി അങ്ങോട്ട്. റൗഡി ബേബി, അവിടെ നിന്നെ എനിക്ക് പെർഫെക്റ്റ് ആവാത്ത സ്ഥലം നിനക്ക് പെർഫെക്റ്റ് ആയിരിക്കുമല്ലോ. അപ്പൊ പിന്നെ സമയം പോലെ ചേട്ടൻ അങ്ങോട്ട് വരാം. മോള് ചേട്ടനെ പതുക്കെ പഠിപ്പിച്ചു തന്ന് പെർഫെക്റ്റ് ആക്കിയാ മതി. യു നോട്ട് ഇഡിയറ്റ്. ശിശിരകാലമേഘമിഥുനരതിപരാഗമോ അതോ ദേവരാഗമോ കുളിരിൽ മുങ്ങുമാത്മദാഹ മൃദുവികാരമോ അതോ ദേവരാഗമോ ഇന്ദ്രിയങ്ങളിൽ ശൈത്യനീലിമ സ്പന്ദനങ്ങളിൽ രാസചാരുത മൂടൽ മഞ്ഞള നീർത്തിശയ്യകൾ ദേവദാരുവിൽ വിരിഞ്ഞു മോഹനങ്ങൾ ശിശിരകാലമേഘമിഥുനരതിപരാഗമോ അതോ ദേവരാഗമോ. കൃതി, അപ്പു മോനിന്ന് അച്ഛമ്മയുടെ കൂടെ കിടക്കുവാന്ന് പറഞ്ഞിട്ടോ? എനിക്ക് അവിടെ കിടന്നിട്ടേ ഉറക്കമൊന്നുമില്ല. അതുകൊണ്ട് ഞാനേ മമ്മിയുടെ പാട്ട് കേൾക്കാന്ന് പറഞ്ഞ് വന്നതാ. ഈ മോർണിംഗ് വാ, പപ്പ ഉറക്കാം. പപ്പേ, എന്തോ പപ്പേ, എന്റെ മമ്മി ഭയങ്കര പാവായിരുന്നോ പപ്പേ? എന്താ എന്റെ അപ്പോട്ടിന് ഇപ്പൊ അങ്ങനൊരു സംശയം? ഓ, അച്ഛമ്മ പണ്ടത്തെ കഥ പറഞ്ഞു തന്നപ്പോഴേ അമ്മ ഭയങ്കര കുറുമ്പാന്ന് പറഞ്ഞു. അച്ഛന് തല്ലുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഭയങ്കര പാവാണെന്നും പറഞ്ഞു. അപ്പം അമ്മ കുറുമ്പിയാണോ പാവാണോന്നാ ഞാൻ ചോദിച്ചത്. അവള് പാവമായിട്ടിരിക്കുന്നതിനെക്കാട്ടിയും എനിക്കിഷ്ടം അവളുടെ കുറുമ്പ. എന്റെ അപ്പൂട്ടനെ പോലെ ആയിരുന്നു അവള്. പപ്പയ്ക്ക് മമ്മി ഭയങ്കര ഇഷ്ടമായിരുന്നില്ലേ പപ്പേ? എന്തിനാ പപ്പേ എന്റെ മമ്മി ദൈവം എടുത്ത് എനിക്ക് നമ്മെ കാണുന്ന ഭയങ്കര ആഗ്രഹമുണ്ട്. എന്റെ ഫ്രണ്ട്സ് എല്ലാം മമ്മിയെ കുറിച്ച് പറയുമ്പോ എനിക്ക് എന്റെ മമ്മി ഓർമ്മ വരും. എനിക്ക് എന്റെ മമ്മി കാണാൻ നല്ല ആഗ്രഹമുണ്ട്. അമ്പത്തിയെടുത്ത് പറഞ്ഞ് എന്റെ മമ്മി തിരിച്ചു കൊണ്ടുവരും പപ്പേ. മോനെ, ദൈവത്തിന് അമ്മയെ അത്ര ഇഷ്ടമായോണ്ടാ അമ്മയെ ദൈവം നേരത്തെ വിളിച്ചത്. അതുകൊണ്ട് മോന് ഇങ്ങനൊന്നും പറഞ്ഞു കേട്ടോ. മോന്റെ മമ്മിയെ കാണുന്നതിന് അത്രയ്ക്ക് ആഗ്രഹം വരുമ്പോ ആ നക്ഷത്രം കണ്ടു, ആ നക്ഷത്രത്തിനെ നോക്കി സംസാരിച്ചാ മതി. മോന്റെ അമ്മയാ അത്. പപ്പ അങ്ങനെയാണല്ലോ മോന്റെ അമ്മയെടുത്ത് സംസാരിക്കുന്നത്. സത്യമായിട്ടും. ഉറങ്ങാ മതി ഇങ്ങനെ ഇത് സംസാരിച്ചുകൊണ്ടിരുന്നത്. നാളെ സ്കൂളിൽ പോണ്ടേ? ഏതൊരു സ്വപ്നവും ഏതൊരു
കൃതി, ഐ മിസ് യു. എന്തിനാ നീ ഇത്ര പെട്ടെന്ന് എന്നെ വിട്ടു പോയത്? ഡോക്ടർ, റൂം നമ്പർ 104 പേഷ്യന്റിന്റെ ഐസിയു TS ആയിരുന്നു. ഷി വാസ് ഇൻ കോമ ഫോർ 4 years. Okay, I'm coming. Which doctor's patient is she? And I need her full patient history right now. Sir, it's Dr. Harshdev and the patient name is Samskruti. Samskruti, wake up. Samskruti, Samskruti, wake up. Kriti, Kriti, എഴുന്നേറ്റ് പെണ്ണിങ്ങനെ കിടക്കാതെ. കൃതി